warahmatullahi wabarakatuh. Alhamdulillah, alhamdulillah, alhamdulillahil azimil qudrati wasan, shadidil batshi wal burhan, hafidhud din wal Qur'an, masya Allahu kan, wa ma lam yas'a lam yakun, la hawla wa la quwwata illa billah, la hawla wa la quwwata illa billah. Allahumma lakal hamdu ala ni'amikal azima wa alaikal jazima. Allahumma lakal hamdu hatta tarda wa lakal hamdu ba'da ridha wa lakal hamdu idza raditu. Ya mu'izzu a'izzani bika da'ima fi hifdhi ismatikal qadimati maghnama wansur ala a'da'ina ya nasiru urdud khadi'ata maqrihim ya qahiru. കരളിൻ്റെ കരളായ നബിയാരെ റൗള കണ്ണാലെ ഒരു നോക്ക് കാണുന്നതെന്ന ദുനിയാവിലെ വാസം തീരുന്ന മുന്നേ ദയ്യാനെ നീയൊന്ന് കൊണ്ടെത്തിക്കെന്നെ. കരളിൻ്റെ കരളായ നബിയാരെ റൗള കാണുന്നതെന്ന ദുനിയാവിലെ വാസം തീരുന്ന മുന്നേ ദയ്യാനെ നീയൊന്ന് കൊണ്ടെത്തിക്കെന്നെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ അനുഗ്രഹീതമായ മജ്ലിസ് പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ മുറാദുകളും അല്ലാഹു ഹാസുലാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലുമുള്ള എല്ലാവിധ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും അല്ലാഹു അനുഗ്രഹീതമായ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഫളില് കൊണ്ട് അല്ലാഹു പരിഹരിച്ച് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഖൈറും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും കടങ്ങൾ അല്ലാഹു തആല വീട്ടിത്തരട്ടെ. ചെറുതും വലുതുമായ കടങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വീടുപണി അല്ലാഹു എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും അല്ലാഹു തആല മാറ്റിത്തരട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവരുടെ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം അല്ലാഹു കൊടുക്കട്ടെ. ഇരുലോകത്തും വിജയിക്കുന്നവരിൽ അവരെയും നമ്മളെയും നമ്മുടെ മക്കളെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ
റബ്ബൽ ആലമീൻ. ഗൾഫിൽ നിൽക്കുന്ന പ്രവാസികൾ ഓരോരുത്തർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ, ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മാരകമായ ഭീകരമായ രോഗങ്ങളെ തൊട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന, നമ്മുടെ സമ്പത്തുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്ന വിവിധ ഇനങ്ങളാകുന്ന രോഗങ്ങളെ തൊട്ട്, ആ പരീക്ഷണങ്ങളെ തൊട്ടെല്ലാം അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. മക്കളും കുടുംബങ്ങളും നാട്ടുകാരും എല്ലാവരും വെറുക്കുന്ന അറപ്പോടെ മാറി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ അല്ലാഹു നമുക്ക് ആർക്കും വരുത്താതിരിക്കട്ടെ. അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, കീറി മുറിക്കപ്പെടുന്ന മരണങ്ങളെ തൊട്ടെല്ലാം അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അനുഗ്രഹീതമായ ഈ ഹിദായത്തുൽ അൻവാർ എന്ന് പറയുന്ന മജ്ലിസിൽ ദിവസവും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും വിഷമങ്ങൾ അല്ലാഹു തആല മാറ്റിക്കൊടുത്ത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഖൈറും ബർക്കത്തും നിഅമത്തും ഹിഫാലത്തും സലാമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആക്ക് ഒരുപാട് ഇജാബത്തുള്ള ദിവസങ്ങളാണ് ഇനിയുള്ള പവിത്രമായ ദിവസങ്ങൾ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് തുടക്കം കുറിക്കുന്ന ദിവസങ്ങളിലേക്ക് വിശ്വാസി സമൂഹം അടുത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പരിശുദ്ധമായ അറഫ എന്ന് പറയുന്ന പുണ്യമായ ലോകത്തിനാകമാനം മാതൃകയാകുന്ന തരത്തിലുള്ള മാനവിക സമ്മേളനം നടക്കുന്ന അനുഗ്രഹീതമായ ഒരു സംഗമത്തിന് സാക്ഷി നിൽക്കേണ്ടി വരുന്ന ദിവസങ്ങളിലേക്ക്, അഥവാ അറഫ ദിവസങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കട്ടെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, നമ്മൾ ഓതുന്ന അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട്, നമ്മൾ ഓതുന്ന മറ്റ് ഫാത്തിഹായുടെയും മറ്റ് സ്വലാത്തുകളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, വിഷമങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരട്ടെ. മരണപ്പെട്ടു പോയവർക്കെല്ലാം അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, മർഹമത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ചെറുതും വലുതുമായ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, ഉള്ളവർ അല്ലാഹു തആല അവർക്കെല്ലാം ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ, ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മജ്ലിസ് മറ്റ് എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയും നിങ്ങളുടെ സപ്പോർട്ടാകുന്ന ലൈക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ വിലപ്പെട്ട കമന്റുകൾ കൊണ്ടും നിങ്ങൾ ഈ മജ്ലിസിൽ സജീവമാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുത്തുകൊണ്ട് നിങ്ങൾ മജ്ലിസിനെ ധന്യമാക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇതിന്റെ സംഘാടകരായിട്ട് മാറണം, ഇതിന്റെ പ്രചാരകരായിട്ട് മാറണം. ഒരുപാട് വേണ്ടാത്തതും അതുപോലെ തന്നെ സിനിമാ പോസ്റ്ററുകളും അതുപോലെ തന്നെ വേണ്ടാത്ത സിനിമാ പാട്ടുകളും മറ്റു ട്രോളുകളും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു സമയത്ത് അതിനേക്കാൾ ഉപരി 10 മടങ്ങ് പ്രതിഫലം അല്ലാഹു തആല നൽകുന്ന ഒരു ജാരിയായ സ്വതക്കകളുടെ കൂട്ടത്തിൽ വരെ അല്ലാഹു എണ്ണുന്ന ഒരു ഇൽമിന്റെ അല്ലെങ്കിൽ ദീനിന്റെ പ്രബോധക കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല വിഭാഗത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല ഭാഗ്യം നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും മജ്ലിസ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ലൈവിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഭർത്താവിനോടുള്ള കടമകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. നമ്മൾ 2 ലൈവുകൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ചു, ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ പരസ്പര പൂരകങ്ങൾ പോലെയാണ്. ഒരു കണ്ണില്ലെങ്കിൽ കുഴപ്പമില്ല എന്നല്ല, ഒരു കണ്ണുകൊണ്ട് കാണാമല്ലോ, പക്ഷെ അതിനൊരു പരിപൂർണ കാഴ്ച നമുക്ക് കിട്ടില്ല. ഈ വശത്തുള്ളത് നമുക്ക് കാണാൻ ഒരല്പം പ്രയാസമായിരിക്കും, ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരും. അതേ ഈ കണ്ണിനും പോയാലോ നമ്മളൊന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരും. ഇങ്ങനെ 2 പൂരകങ്ങൾ, ഒന്നില്ലെങ്കിൽ ഒന്നില്ല. ആ രീതിയിലാണ് പടച്ചതമ്പുരാൻ ഒരാണിനെയും പെണ്ണിനെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് അല്ലാഹു ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ പല വിദൂരത്തും ഉള്ള ആളുകൾ, പല സ്ഥലങ്ങളിലുമുള്ള ആളുകൾ, നാളിന്നുവരെ ആയിട്ട് കാണാത്ത ആളുകൾ അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോൾ അവർ ഒന്നിച്ചു ചേരുന്നു. അവർ അവരുടെ നിക്കാഹ് കർമ്മം നടത്തുന്നു. അതിലൂടെ അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് മാറുന്നു. ശാരീരിക ബന്ധം അനുവദനീയമായിട്ട് മാറുന്നു. ഒരു മനസ്സുപോലെ ജീവിക്കുന്നു. അതിലൂടെ മക്കൾ ഉണ്ടാകുന്നു. അങ്ങനെ കുടുംബം ഉണ്ടാകുന്നു. ഒരു നാഗരികതയ്ക്ക്
തന്നെ അടിസ്ഥാനം നമ്മൾ നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ വലിയ വലിയ പുണ്യങ്ങൾ അതിലൂടെ നമ്മൾ നേടിയെടുക്കുന്നു. വിവാഹം കഴിക്കുക എന്നുള്ളത് ദീനിന്റെ 1/3 ഭാഗമാണ്. പൂർത്തീകരിച്ചവനെ പോലെയാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും വിവാഹ ജീവിതത്തിൽ തുല്യ പങ്കാളിത്തമുള്ളപ്പോൾ ഒരു ഭർത്താവിന് ഒരല്പം ഒരു ചെറിയ ഒരു പടി മുകളിൽ നിൽക്കാനുള്ള കാരണം ആ ഭർത്താവ് ആ വീടിന്റെയും ആ ഭാര്യയുടെയും ആ മക്കളുടെയും ആ കുടുംബത്തിന്റെയൊക്കെ അത്താണി ആയതുകൊണ്ടും എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം വഹിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ഭർത്താവിന് ഉള്ളത് കൊണ്ടുമാണ് ഒരല്പ സ്ഥാനക്കയറ്റം ഭർത്താവിന് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും തുല്യ പങ്കാളിത്തം ഇരുവർക്കുമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു യഥാർത്ഥ മുഅ്മിനത്തായ സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീയാകുന്ന ഭാര്യ, ആ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ സംസാരിക്കുമ്പോൾ സ്ത്രീകളായിരിക്കും നമ്മുടെ ഈ മജ്‌ലിസ് കാണുന്നതിൽ അധികവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇതിൽ നിന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. ഒരു നല്ല ഭാര്യയാകാൻ നമുക്ക് കഴിയണം. ഒരു നല്ല ഭർത്താവാകാൻ കഴിയണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ മാതൃകയാകാൻ കഴിയണം. നമ്മൾ പണ്ട് ഉള്ള ആളുകളൊക്കെ പറയുന്നത് കേൾക്കാമല്ലോ, എന്താ, ഉമ്മ മതില് ചാടിയാൽ മകള് വേലി ചാടും, മകൻ വേലി ചാടും എന്നൊരു ചൊല്ല് നമ്മൾ കേട്ടിട്ടില്ലേ? എന്നതുപോലെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്താണോ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൂട്ടുന്നത് അത് അക്ഷരം പ്രതി പിൻപറ്റലാണ് നമ്മുടെ മക്കൾ ചെയ്യുന്നത്. അപ്പോൾ ആ മക്കളിലൂടെ നമുക്ക് കിട്ടുന്നത് വലിയ ദോഷങ്ങളായിരിക്കും. ആ സമയത്ത് നമ്മൾ വിരല് കടിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ യാതൊരു കാര്യവും ഉണ്ടാകില്ല. ആ സമയത്ത് നമ്മൾ കണ്ണീര് കുടിച്ചിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അഖിലവും നമ്മുടെ സംസാരം, നമ്മുടെ നോട്ടം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ശൈലികൾ, നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളും സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് നമ്മുടെ മക്കൾ ഇതെല്ലാം കാണുന്നുണ്ട്, നമ്മുടെ മക്കൾ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അവർ വളർന്നു വരുമ്പോൾ നമ്മളെക്കാൾ അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് അധപ്പതിച്ചു പോകാൻ കാരണക്കാരാകുന്നത് ഞാനും നിങ്ങളുമാകുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കുക. ആ മക്കള് നമ്മളെ കണ്ട് പഠിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ, എന്തെങ്കിലും സൽസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വിഷയത്തിൽ നല്ല ഒരു ഭാര്യ ആ ഭർത്താവിനോട് കാണിക്കേണ്ട ചില കടമകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു തആല ഇത് മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. എല്ലാവരും കേൾക്കാൻ തയ്യാറല്ലേ? എല്ലാവരും കേൾക്കാൻ തയ്യാറല്ലേ? എല്ലാവരും ഒന്ന് പറയും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മജ്‌ലിസാണ് എങ്കിൽ, നിങ്ങൾ സ്വീകരിക്കപ്പെടുന്ന, നിങ്ങൾ എല്ലാവർക്കും ഉപകരിക്കുന്ന മജ്‌ലിസാണ് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ലൈക്കിലൂടെ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കണം, നിങ്ങളുടെ സ്നേഹം അറിയിക്കണം. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അങ്ങനെ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ, നിങ്ങൾ കമന്റ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ളവരിലേക്കും കൂടി യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യാൻ കാരണമാകും. മറ്റുള്ള ആളുകളിലേക്കും മറ്റ് ജനങ്ങളിലേക്കും ഒക്കെ എത്തിച്ചു കൊടുക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുന്നതിൽ ഒരു പിശുക്ക് കാണിക്കണ്ട, നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഒരു പിശുക്കും കാണിക്കണ്ട. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ, ഉപകാരപ്പെടുന്ന മജ്‌ലിസുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും നിയ്യത്തുകൾ അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല എളുപ്പമാക്കട്ടെ. എല്ലാ തടസ്സങ്ങളും അല്ലാഹു തആല മാറ്റിത്തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്, വലൗ കുന്തു ആമിറൻ അഹദൻ അയസ്ജുദ ലി അഹദിൻ ല അമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് അനുവദനീയമായിരുന്നുവെങ്കിൽ ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ നിന്റെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നുവെന്ന് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേൾക്കുമ്പോഴാണ്
അപ്പോഴായിരിക്കും ചില ഉമ്മമാര് പറയുന്നത്, ഉസ്താദേ എന്ത് വേണമെങ്കിലും ചെയ്യാം, അവർക്ക് വേണമെങ്കിലും ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം, അവരെ വസ്ത്രം അലക്കി കൊടുക്കാം, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാം, അവർക്ക് എല്ലാവിധ സ്നേഹ സമ്മാനങ്ങളും ഞങ്ങൾ കൊടുക്കാം, അവർ പറയുന്നത് എന്തും ഞങ്ങൾ അനുസരിക്കാം. പക്ഷേ ഈ ഭർത്താക്കന്മാര് ഞങ്ങളെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലോ, ഞങ്ങളെ വെറുമൊരു വികാര പൂർത്തീകരണത്തിന്റെ ഉപകരണമായിട്ടാണ് നമ്മളെ ഉപയോഗിക്കുന്നതെങ്കിലോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താക്കന്മാരെ, ആ പെണ്ണുങ്ങളെന്ന് പറയുന്നത്, നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്നത് നാളെ സ്വർഗത്തിൽ വരെ നിങ്ങളോടൊപ്പം ഉണ്ടാകേണ്ടവരാ, അങ്ങനെ കൊതിക്കേണ്ടവരാ, അങ്ങനെ ആഗ്രഹിക്കേണ്ടവരാ. കേവലം നിന്റെ വികാര പൂർത്തീകരണത്തിന് മാത്രം ഉപയോഗിക്കേണ്ട ഒരു ഉപഭോഗ വസ്തുവല്ല പെണ്ണ് എന്ന് പറയുന്നത്. ആ പെണ്ണിനെ ആദരിക്കണം, ആ പെണ്ണിനെ സ്നേഹിക്കണം, ആ പെണ്ണിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കണം, അവരെ മാനസികമായി ശാരീരികമായി അവരെ സന്തോഷിപ്പിക്കണം, അവർക്ക് നല്ല സപ്പോർട്ട് നമ്മൾ കൊടുക്കണം, അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവരും അവരുടെ വാപ്പയെ വിട്ട്, അവരുടെ ഉമ്മയെ വിട്ട്, അവരുടെ കുടുംബങ്ങളെ വിട്ട് നമ്മൾ എന്നുള്ള ചിന്തയിൽ ജീവിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പെണ്ണുങ്ങളുടെ മനസ്സ് നിറയെ ഭർത്താവ് മാത്രമായിരിക്കും. പക്ഷേ ഈ ഭർത്താക്കന്മാരിൽ നിന്ന് ഭാര്യയോട് ഭർത്താക്കന്മാരുടെ മനസ്സുകളിൽ ഭാര്യയ്ക്കുള്ള സ്ഥാനം വകവെച്ച് കൊടുത്തിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് ഉസ്താദേ ഞങ്ങൾക്ക് ആ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ തോന്നുക? ചിലപ്പോൾ ചോദിച്ചു പോകുന്ന ചോദ്യങ്ങളാണ്. ഉസ്താദേ, ഞങ്ങളുടെ ഭർത്താക്കന്മാര് ഞങ്ങൾക്ക് ചെലവിന് തരുന്നില്ല, ഞങ്ങൾക്ക് വസ്ത്രം വാങ്ങി തരുന്നില്ല, ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങി തരുന്നില്ല, ഞങ്ങളുടെ മക്കളെ നോക്കുന്നില്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നില്ല, അവർക്ക് വേറെ ദുനിയാവിന്റെ പല കാര്യങ്ങളും മതി, അവർക്ക് കാശ് മതി, ഞങ്ങളെ ഒന്നും വേണ്ട ഉസ്താദേ. അങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ മുന്നിൽ ഞങ്ങൾ എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്? സുജൂദ് ചെയ്യണമെന്നല്ല പറഞ്ഞത്, സുജൂദ് ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുമായിരുന്നു, പെണ്ണേ നീ നിന്റെ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യണേ എന്ന് പറയുമായിരുന്നു എന്ന്. അങ്ങനെ എങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിലുള്ള ഉമ്മമാര് പറയുന്ന ഒരു അവസ്ഥയാണ്, ഒരു സങ്കല്പ ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഉസ്താദേ ഞങ്ങളെ നോക്കണില്ല, ഞങ്ങൾക്ക് വേണ്ടതൊന്നും ചെയ്തു തരുന്നില്ല, വീട്ടിൽ സമയത്തിന് കയറി വരുന്നില്ല, മക്കളെ നോക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും എന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഇവരെ പാട് നോക്കി മാസങ്ങളോളം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് ഇവരെ അനുസരിക്കുക? ഞങ്ങൾ ഇവരെ എങ്ങനെയാണ് കീഴ്പ്പെടുക? ഇവരെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുക? ഇവരോട് എങ്ങനെയാണ് നമ്മളൊന്ന് സഹകരിക്കുക? ഒന്നിനും ഇതില്ലല്ലോ ഉസ്താദേ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, അവർ ചോദിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ട്. അവർ ചോദിക്കുന്നതിൽ വലിയ ചോദ്യമാണ്, അതിൽ നമ്മൾ ഉത്തരം കൊടുത്തേ മതിയാകൂ. അവരോടൊപ്പം കഴിയാനും അവരുടെ ദുഃഖങ്ങളിൽ, അവരുടെ സന്തോഷങ്ങളിൽ, അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അവരെന്ത് ചെയ്യണം? ചേർത്ത് പിടിച്ച് അവരെ കുടുംബങ്ങളെ വിട്ട്, അവരുടെ ബന്ധുക്കളെയൊക്കെ വിട്ട് നമ്മൾ എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോഴത്തേക്ക് നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതിരുന്നാൽ ഈ ഭാര്യമാരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഇവിടെ കിട്ടാത്ത സ്നേഹം വേറൊരു സ്ഥലത്തുനിന്ന് കിട്ടുമ്പോഴത്തേക്ക് അവരോടൊപ്പം പോകുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ പോകും. അവസാനം പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല, അവസാനം നമ്മൾ വിരല് കടിച്ചിട്ട് കാര്യം ഉണ്ടാവൂല. ഞങ്ങളിൽ നിന്ന് പോയില്ല, അവർക്ക് ഞാൻ എന്തൊരു കുറവ് വരുത്തി, ചോദിക്കുമ്പോഴൊക്കെ ഞാൻ കാശ് അയച്ചു കൊടുത്തില്ലേ? കാശ് മാത്രമാണ് ഒരു ഭാര്യയ്ക്ക് അവകാശമുള്ളത്? ഒരു ഭർത്താവിന്റെ സമ്പാദ്യം മാത്രമാണോ ഒരു ഭാര്യയ്ക്ക് വേണ്ടത്? കാശ് കൊടുത്താൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു എന്നാണോ നിങ്ങളുടെ ധാരണ? അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. കാശും വേണം, നിങ്ങളുടെ ശാരീരികമായ ഇടപെടലുകൾ വേണം, നിങ്ങളുടെ തലോടലുകൾ വേണം, നിങ്ങളുടെ സ്നേഹസ്പർശം വേണം. അതവർക്കൊരു ആശ്വാസമാകണം, അതവർക്കൊരു സമാധാനമാകണം. ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ വേദനിപ്പിച്ചാലും, ഭർത്താവേ നീ ഭാര്യയോടൊപ്പം അവളുടെ കരുത്തായി, താങ്ങായി, തണലായി എപ്പോഴും നിൽക്കാൻ നിനക്ക് സാധിക്കണം. അപ്പോഴാണ് ആ ഭാര്യ നിന്നെ അനുസരിക്കുന്ന പെണ്ണായിട്ട് മാറുന്നത്, നിനക്ക് വഴിപ്പെടുന്ന പെണ്ണായിട്ട് മാറുന്നത്.
നീ ആഗ്രഹിക്കുന്നതെന്തും നീ ആവശ്യപ്പെടുന്നതിന് മുമ്പ് നിനക്ക് ചെയ്തു തരുന്നത്. അല്ലാതെ നിന്റെ ആവശ്യ പൂർത്തീകരണത്തിന് മാത്രം നീ നിന്റെ പെണ്ണിനെ ഉപയോഗിച്ചാൽ ആ പെണ്ണിന്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം വെറും വട്ടപൂജ്യമായിരിക്കും. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് അനുവദനീയമായിരുന്നുവെങ്കിൽ ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. അത്രത്തോളം മഹത്വമുള്ളവരാ ഓരോ ഭർത്താക്കന്മാരും, അത്രത്തോളം സ്ഥാനമുള്ളവരാണ് ഓരോ ഭർത്താക്കന്മാരും. അത് അവരുടെ ഭാര്യയുടെ മുന്നിൽ നിങ്ങൾ കളഞ്ഞു കുളിക്കരുതേ. ആ ബഹുമാനവും അവര് വെച്ചു തരുന്ന സ്ഥാനവും പദവിയും നിങ്ങളായിട്ട് കളഞ്ഞു കുളിക്കുന്ന ഭർത്താക്കന്മാരാകരുത്. അപ്പൊ പിന്നെ അവരനുസരണക്കേട് കാണിക്കും. അവർ ചോദിക്കാതെ പുറത്തു പോയെന്ന് വരും, അവർ ചോദിക്കാതെ പല ആളുകളെയും വിളിച്ചെന്ന് വരും. ആ സമയത്ത് അവളെ ഇട്ട് അടിക്കാനും അവളെ ഉപദ്രവിക്കാനും നിനക്കെന്താ അവകാശം? നീ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചില്ല, നീ പറയേണ്ട സമയത്ത് പറഞ്ഞില്ല, നീ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല. അതൊക്കെ അവർക്ക് വേണ്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുമ്പോഴത്തേക്ക് പോയെന്നിരിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കണം, ഭർത്താവ് ഭാര്യയെയും മനസ്സിലാക്കണം. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ കടമയുള്ളത് ആരോടാണ്? ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ കടമയുള്ളത് ആരോടാണ്? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അയ്യുന്നാസി അഅ്ളമു ഹഖ്ഖൻ അലൽ മർഅത്തി? ഒരു പെണ്ണിനെ ഏത് ആളുകളോടാണ് ഏറ്റവും കൂടുതൽ കടമയുള്ളത്, കടപ്പാടുള്ളത്, ഉത്തരവാദിത്തങ്ങളുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സൗജുഹാ, നിന്റെ ഭർത്താവിനോടാണ് പെണ്ണേ നിനക്ക് ഏറ്റവും കൂടുതൽ കടമയുണ്ടാകേണ്ടത്. നിന്റെ ഭർത്താവിനോടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ കടമയുണ്ടാകേണ്ടത്. എന്താണ് കാരണമെന്തെന്നറിയോ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ പരസ്പര പൂരകങ്ങൾ പോലെയാണ്. ഒരു മുഖത്തിന്റെ രണ്ട് കണ്ണ് പോലെയാണ്. ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടാൽ ഈ വശത്തെ കാഴ്ചകൾക്ക് മങ്ങലേൽക്കുമെങ്കിൽ, ഈ വശത്തെ കാഴ്ചകൾ നഷ്ടപ്പെട്ടാൽ ഈ ഇവിടത്തേക്കുള്ള കാഴ്ചകൾക്ക് മങ്ങലേൽക്കുമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ആ ഭാര്യയും അല്ലെങ്കിൽ ആ ഭർത്താക്കന്മാരും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാ നമുക്ക് അവരുടെ മഹത്വം മനസ്സിലാവുക. എന്തുകൊണ്ടാണ്? ഭർത്താവാണ് വീട്ടിലെ മേൽനോട്ടം വഹിക്കേണ്ടത്. അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ കടമ ഭർത്താവിനോടുള്ളത്. അപ്പോഴാണ് ചില പെണ്ണുങ്ങൾ ചോദിക്കുക, ഉമ്മമാര് ചോദിക്കുക, ഭർത്താവ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നില്ലെങ്കിലോ, വസ്ത്രം വാങ്ങിത്തരുന്നില്ലെങ്കിലോ, ഭക്ഷണം വാങ്ങിത്തരുന്നില്ലെങ്കിലോ, അരിയും പലചരക്ക് സാധനങ്ങളും വാങ്ങിത്തരുന്നില്ലെങ്കിലോ, വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ലെങ്കിലോ, ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലെങ്കിലോ, ചുമ്മാ അലസന്മാരെ പോലെ ജീവിക്കുകയാണ്, കൂട്ടുകാരന്മാരൊപ്പം അടിച്ചു പൊളിക്കാൻ എന്റെ ഭർത്താവിന് സമയമുണ്ട്, ഭാര്യയാകുന്ന എന്നോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ എന്റെ ഭർത്താവിന് സമയമില്ല ഉസ്താദേ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഞാൻ ആ ഭർത്താവിനോട് ഏറ്റവും കൂടുതൽ കടമയുള്ളവളാകേണ്ടത്? നിങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരവില്ല, നമുക്ക് മറുപടിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, സഹോദരങ്ങളെ, നിങ്ങൾക്കാണ് ആ വീടിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ളത്. ആ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കേണ്ടത് നിങ്ങളാണെന്ന് വിശുദ്ധ ഖുർആൻ, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, അർരിജാലു ഖവ്വാമൂന
പെണ്ണുങ്ങളുടെ മേൽ ആധിപത്യമുള്ളത് പുരുഷന്മാർക്കാണ്. റിജാലു പുരുഷന്മാരാണ്. ഖവ്വാമൂന എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത്, എല്ലാ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കേണ്ടത് അലൻ നിസാ പെണ്ണുങ്ങളെക്കാൾ. അല്ലാതെ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ആജ്ഞാപിക്കാൻ വേണ്ടി അതനുസരിക്കാൻ വേണ്ടി ഒരു അടിമയെ പോലെ പണിയെടുക്കേണ്ട ഉപകരണമല്ല ഭർത്താവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതല്ല ഇതിന്റെ അർത്ഥം. ചില യുക്തിവാദികളൊക്കെ ഇതിന്റെ അർത്ഥം വെക്കുന്നത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. പച്ചയ്ക്ക് അർത്ഥം പറഞ്ഞു പോകുന്നത്. ഇപ്പോ അത് കേൾക്കുമ്പോൾ ചില പെണ്ണുങ്ങൾ വിചാരിക്കും, ശരിയാണല്ലോ ഈ താത്ത പറയണത്, ശരിയാണല്ലോ ഈ ചേച്ചി പറയണത്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ മേൽനോട്ടം വഹിക്കേണ്ടത് പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് ഒരല്പം സ്ഥാനവും ഒരല്പം പദവിയും ഒരല്പം കയറ്റവും ആർക്കുണ്ടായിരിക്കും? ആ ആധിപത്യമാണ് കാണിക്കേണ്ടത്. അല്ലാതെ നിന്റെ കൈയുടെ ചൂടറിയിക്കാനുള്ള ഉപകരണമല്ല നിന്റെ പ്രിയപ്പെട്ട ഭാര്യ. നിനക്ക് ദേഷ്യം വരുമ്പോ അതെല്ലാം കൂടി കൊണ്ടു ചേർത്ത് നിന്റെ ഭാര്യയുടെ ചുമലിന്റെ മേൽ തീർക്കാനുള്ളതല്ല നിന്റെ പ്രിയപ്പെട്ട ഭാര്യ. ആ ഭാര്യ നിനക്ക് എന്തൊക്കെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെയ്തു തരുന്നത്? എന്നിട്ടും ഒരു നന്ദിയില്ലാത്തവരെ പോലെ നിങ്ങൾ അവരെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ, കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ, വേദനപ്പെടുത്തുന്നുണ്ടല്ലോ. വീട്ടിൽ നിന്നും ചോദിച്ച സ്ത്രീധനം കിട്ടാത്തതിന്റെ പേരിൽ സ്ത്രീധനം ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന സംഭവമല്ല, ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. എന്നാലും മുസ്ലിം നാമധാരികളാകുന്ന പല ആണുങ്ങളും രഹസ്യമായിട്ട് സ്ത്രീധനം വാങ്ങിച്ചിട്ട് അതിൽ കുറവ് വരുമ്പോ നിശ്ചിത സമയത്തിനുള്ളിൽ ആ പെണ്ണിന്റെ വാപ്പ അത് എത്തിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ നീ നിന്റെ വാപ്പാടെ വീട്ടിലേക്ക് പോയിക്കോ. വീട്ടിൽ നിന്നിട്ട് സ്വർണവും പണ്ടവും പൈസയും കിട്ടുന്നത് വരെ, കാർ കിട്ടുന്നത് വരെ, ഞാൻ ചോദിച്ച മുതൽ കിട്ടുന്നത് വരെ നീ അവിടെ നിന്നാ മതി. അതിനുശേഷം അവര് പൈസ കൊണ്ട് തരുകയാണെങ്കിൽ മാത്രം നീ തിരിച്ചു വന്നാ മതി എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങളെ ആട്ടിയോടിച്ച് അവരുടെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടുന്ന ആണത്വത്തിന്റെ അടയാളമെന്ന് ധരിക്കുന്ന ഓരോ സഹോദരങ്ങളും ചിന്തിക്കണേ. സ്ത്രീധനം വാങ്ങൽ ഏറ്റവും വലിയ തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ആ പെണ്ണിനെ അഥവാ നിന്റെ ഭാര്യയ്ക്ക് ആ ഭാര്യയുടെ പിതാവ് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളവർ സ്നേഹത്തോടെ സന്തോഷത്തോടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, ആ പെണ്ണിന് എന്തെങ്കിലും കൊടുത്താൽ അത് സന്തോഷത്തോടുകൂടി അത് അവൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട്, മോളെ ഇത് നിനക്ക് നിന്റെ വാപ്പ തന്നതാണ്, നിനക്ക് നിന്റെ ഉമ്മ തന്നതാണ്, അവരുടെ ആയുസിന്റെ അധ്വാനം മുഴുവനും ചെലവഴിച്ച് നിനക്ക് തന്ന സ്വർണമാണ്, ഉള്ളത് മതി, അത് നീ ഭംഗിയായിട്ട് ഇട്ടുകൊണ്ട് നടക്ക് എന്ന് പറയുന്ന ഭർത്താക്കന്മാര് എത്രയുണ്ട്? കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസം ആകുമ്പോഴത്തേക്ക് ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന നമ്മളങ്ങോട്ട് ഇട്ടുകൊടുത്ത നക്കാപ്പിച്ചയാകുന്ന മഹർ വരെ തിരിച്ചു ചോദിച്ചിട്ട് അവന്റെ ബിസിനസിന് വേണ്ടി ചെലവഴിച്ചിട്ട് വലിയ ആണായിട്ട് ചമഞ്ഞു കിടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരിക്കലും ആണത്വത്തിന്റെ അടയാളമല്ല, അത് പുരുഷത്തിന്റെ പ്രതീകമല്ല, അത് അപമാനമാണ്. അവരുടെ പൊരുത്തക്കേട് സമ്പാദിക്കാൻ, അവരുടെ കണ്ണീര് കുടിക്കാൻ, അവരുടെ ശാപം വാങ്ങാൻ അത് കാരണമാകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, സ്ത്രീധനം അത് തെറ്റ് തന്നെയാണ്. അത് കൊടുക്കുന്നതും വാങ്ങുന്നതും ഇന്ത്യൻ നിയമപ്രകാരം തെറ്റ് തന്നെയാണ്. ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമും അത് തെറ്റായിട്ട് തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ആ സ്ത്രീധനത്തിന്റെ പേരിൽ ആ ഭർത്താക്കന്മാർ ഏതെങ്കിലും പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ പടച്ച തമ്പുരാന്റെ കോടതിയിൽ നീ സമാധാനം പറയേണ്ടി വരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പെണ്ണിന്റെ വാപ്പ കഷ്ടപ്പെട്ട് കൊണ്ടുകൊടുക്കുന്ന സ്വർണത്തിന്റെ ഒരു വിഹിതം അത് സന്തോഷത്തോടുകൂടി അത് അവൾക്കുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് സ്വീകരിച്ചുകൊണ്ട് നീ നിന്റെ അർഹതയിൽപ്പെട്ട മഹർ അവൾക്ക് കൊടുത്തുകൊണ്ട് അവളെ ഭാര്യയാക്കി സ്വീകരിച്ച് നിനക്ക് വയ്യാതെ കിടക്കുമ്പോ ഒന്ന് പരിചരിക്കാൻ, സ്നേഹത്തോടെ നിന്നെ ഒന്ന് തലോടാൻ, നിന്നെ ഒന്ന് നോക്കാൻ, നിന്നെ ഒന്ന് പരിചരിക്കാൻ, നിന്റെ വികാര പൂർത്തീകരണത്തിന് നിന്നോടൊപ്പം കിടക്ക പങ്കിടാൻ ഉപകരിക്കേണ്ട, അതിന് തലയിടേണ്ട നിന്നെ പോലത്തെ ഒരു മനുഷ്യ സ്ത്രീയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ
പ്രിയപ്പെട്ട ഭാര്യ അല്ലാതെ കേവലം ഒരു വസ്തുവല്ല, അല്ലെങ്കിൽ ഒരു റോബോട്ടിനെ പോലെ, അല്ലെങ്കിൽ ഒരു അടിമയെ പോലെ കൊണ്ടു നടക്കേണ്ടവളല്ല പെണ്ണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഖുർആനിന്റെ ആയത്തുകളുടെ പച്ചയായ അർത്ഥം പറഞ്ഞിട്ട് അതിനെ ദുർവ്യാഖ്യാനം നടത്തുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ, അതിന്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഏതെങ്കിലും ഭർത്താക്കന്മാര് ഏതെങ്കിലും പെണ്ണിനെ ഭാര്യമാരെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അത് നിയമപ്രകാരം അത് തെറ്റാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് തെറ്റായിട്ടാണ് പഠിപ്പിച്ചു തരുന്നത്. ഇന്ത്യൻ നിയമപ്രകാരത്തിൽ വലിയ കുറ്റം കിട്ടുന്ന കേസുകളാണ്. എത്ര പെണ്ണുങ്ങളാണ്, എത്ര ഭാര്യമാരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിവാഹത്തിന്റെ പേരിൽ, അത് വിവാഹത്തിന് ആവശ്യപ്പെട്ട സ്വർണം കിട്ടാത്തതിന്റെ പേരിൽ ഭർത്താക്കന്മാരുടെ ഗാർഹിക പീഡനം കാരണം ആത്മഹത്യ ചെയ്തു പോയത് ഒരുപാട് ആത്മഹത്യകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അതിലധികവും ഗാർഹിക പീഡനങ്ങൾ ഏറ്റുകൊണ്ട് സഹിക്കവയ്യാതെ വന്നപ്പോ ആ ജീവിതം ഹോമിക്കപ്പെട്ട പെണ്ണുങ്ങളല്ലേ? വിസ്മയ നിങ്ങൾ കണ്ടില്ലേ? നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമല്ലേ? അതുപോലെ തന്നെ രാജം ദേവ് എന്ന് പറയുന്ന സിനിമാ നടന്റെ മകൻ നടത്തിയ ഗാർഹിക പീഡനത്തിൽ അതിൽ നിന്നും മരണപ്പെട്ടു പോയ പെണ്ണിന്റെ കഥ കണ്ടില്ലേ? ഇങ്ങനെ മുസ്ലിമീങ്ങളിലും മറ്റു മതങ്ങളിലുമെല്ലാം ഗാർഹിക പീഡനങ്ങൾ പെറ്റുപെരുകുമ്പോ, സ്ത്രീധനത്തിന്റെ പേരിൽ പെണ്ണുങ്ങളെ പരിക്കേൽപ്പിക്കുമ്പോ, മുറിവേൽപ്പിക്കുമ്പോ, അവരെ വേദനിപ്പിക്കുമ്പോ, അവരെ സങ്കടപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരിക്കലും പൗരുഷത്തിന്റെ അടയാളമല്ല, അത് ഉത്തമ ഭർത്താവിന്റെ ലക്ഷണങ്ങളല്ല. നാളെ പടച്ച തമ്പുരാന്റെ മുന്നിൽ വലിയ പാപങ്ങൾ കിട്ടാൻ, വലിയ ശിക്ഷകൾ കിട്ടാൻ കാരണമാകുമെന്ന് മനസ്സിലാക്കിക്കോ. ഓർത്തുകൊള്ളുക, നാളെ നീയൊന്ന് കിടപ്പിലായി പോയാൽ, നിനക്കൊരു അവശത സംഭവിച്ചാൽ, ഒന്ന് എഴുന്നേക്കാൻ പോലും കഴിയാത്ത തരത്തിലൊന്ന് കിടന്നുപോയാൽ, നിന്നെ പരിചരിക്കേണ്ട പെണ്ണാണ് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ. ആ പെണ്ണിനെ നീ ബഹുമാനിക്കണം, ആദരിക്കണം, അവരെ നിങ്ങൾ തലോടണം, സമാധാനിപ്പിക്കണം. എന്തിനും ഏതിനും അവരോടൊപ്പം താങ്ങായി, തണലായി, ആലംബമായി, അഭയമായി നിങ്ങൾ ഉണ്ടാകണം. അതല്ലാതെ നിങ്ങളുടെ എല്ലാ സ്ട്രെസ്സും അവരുടെ മേൽ തീർക്കേണ്ടവരല്ല. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ, മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഇത്രത്തോളം മഹത്വമുള്ള ഭർത്താക്കന്മാരോടാണ് എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ ആ ഭർത്താവിന്റെ സ്ഥാനം നിങ്ങൾ വകവെച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു തരുന്ന, നിങ്ങൾക്ക് വസ്ത്രം വാങ്ങിത്തരുന്ന, നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തരുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, തലോടുന്ന, സമാധാനിപ്പിക്കുന്ന, സമാശ്വസിപ്പിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുടെ സ്ഥാനമാനങ്ങൾ നിങ്ങൾ വകവെച്ചു കൊടുക്കണേ. അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ നിങ്ങൾ ബഹുമാനിക്കണേ. അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ സ്ഥാനമാനങ്ങൾ വകവെച്ചു കൊടുക്കണം. അനുസരണക്കേട് കാണിക്കരുത്, നിന്ദ്യത കാണിക്കരുത്, അല്ലാഹ് അവർക്ക് ഇഷ്ടപ്പെടാത്തത് നിങ്ങൾ പ്രവർത്തിക്കരുത്. അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഭാര്യ ഭർത്താവിന്റെ സ്ഥാനം വകവെച്ചു കൊടുക്കണമെന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർരിജാലി അലൈഹിന്ന ദറജത്തുൻ വല്ലാഹു അസീസുൻ ഹകീം. ഭാര്യ ഭർത്താവിന്റെ സ്ഥാനം വകവെച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഉത്തമ ഭർത്താവായിരിക്കണം. അങ്ങനെയുള്ള ഭർത്താക്കന്മാരാകുമ്പോ ആ പെണ്ണുങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളെ ബഹുമാനിക്കും, നിങ്ങളെ അനുസരണക്കേട് കാണിക്കൂല. നിങ്ങൾ പറയുന്ന അക്ഷരം പ്രതി അവരനുസരിക്കും. നിങ്ങളെ സ്നേഹം കൊണ്ട് അവര് തലോടും, വീർപ്പ് മുട്ടിക്കും. അങ്ങനെയാകാൻ നമുക്ക് കഴിയണം. അങ്ങനെയാകാൻ ഭർത്താക്കന്മാരെ നമുക്കതിന് കഴിയണം. അല്ലാഹു തആല അതിനുള്ള ഭാഗ്യം തരട്ടെ, നല്ല മനസ്സ് തരട്ടെ. അങ്ങനെ കഴിയാതെ പോയിട്ട് അവസാനം കുടുംബ കോടതികൾ ആയിരക്കണക്കിന് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്.
ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്നവരുണ്ട്. ചിന്ന ഭിന്നമായി പോയ ശിഥിലമായി പോയ കുടുംബങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിലും അത്തരം കേസുകൾ ഉണ്ടാകും. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഒരു ഭർത്താവും തന്റെ ഭാര്യയെ ഉപദ്രവിക്കരുത്, ദ്രോഹിക്കരുത്, അടിക്കണമെന്ന് പോലും പറയുമ്പോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. നീ നിന്റെ ഭാര്യയെ അടിക്കണമെന്ന് പറയുമ്പോ പൊട്ടാത്ത, വേദനിക്കാത്ത, ക്ഷതമേൽക്കാത്ത ചെറിയൊരു തട്ടുപോലുള്ള അടിയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കവാലം പുളക്ക ചെള്ളക്കുറ്റിക്കിട്ട് ആഞ്ഞ് പ്രഹരിച്ചിട്ട് നിന്റെ ആണത്വം തെളിയിക്കാനല്ല. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിനക്ക് പഠിപ്പിച്ചു തരുന്നത്. മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ശരിയല്ലേ ഞാൻ പറയുന്നത്? ശരിയല്ലേ? നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളിലേക്കും നിങ്ങൾ ഈ മജ്ലിസ് എത്തിച്ചു കൊടുക്ക്. എല്ലാ ആളുകളിലേക്കും നിങ്ങൾ ഈ മജ്ലിസ് എത്തിച്ചു കൊടുക്ക്. ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളൊക്കെ ഊട്ടി ഉറപ്പിക്കട്ടെ. സ്നേഹബന്ധങ്ങൾ കൊണ്ട് അവിടെ വീർപ്പുമുട്ടട്ടെ. പരിശുദ്ധമായ ബലിപെരുന്നാള് സമാഗതമാകുമ്പോഴത്തേക്ക് എല്ലാ പിണക്കങ്ങളും മാറ്റി, എല്ലാ കലഹങ്ങളും മാറ്റി, പടച്ചവനേ ഇത്രയും നാള് പിണങ്ങിക്കഴിഞ്ഞവരാ ഞാൻ ഈ മജ്ലിസ് കേട്ടിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നല്ല ഒരു ഉത്തമ ഭർത്താവാകാൻ, അവരെ സ്നേഹിക്കുന്ന, കുടുംബ ബന്ധം ചേർക്കുന്ന, അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ഭർത്താവാകാൻ ഞാൻ തീരുമാനിക്കുകയാണ്. ഞാൻ ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യയാകാൻ തീരുമാനിക്കുകയാണെന്ന് ഉറച്ച ഒരു നെയ്യത്തെടുക്കുമ്പോ അതിന് തന്നെ നാളെ പരലോകത്ത് പടച്ച തമ്പുരാന്റെ അടുക്കൽ നിന്ന് വലിയ സ്ഥാനമാനങ്ങളും പദവികളും പ്രതിഫലങ്ങളും നിങ്ങളെ തേടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ, വിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ, അല്ലാ നീ സ്വീകരിക്കണേ, അല്ലാ നീ കബൂലാക്കണേ, അല്ലാ. എത്രയെത്ര ഭർത്താക്കന്മാരാണ് ഭാര്യയോടൊന്നും നല്ല രീതിയിൽ പെരുമാറാതെ അവർക്ക് അവരവരുടെ കാര്യങ്ങളെന്ന് പറഞ്ഞ് കഴിഞ്ഞു പോകുന്നത്. എത്ര പെണ്ണുങ്ങളാണ് നിസാര കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിക്കഴിയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും പാടില്ല കേട്ടോ. അത് നിന്റെ ദുആ സ്വീകരിക്കുന്നതിന് വരെ തടസ്സമായിരിക്കും. നിന്റെ നിസ്കാരം സ്വീകരിക്കുന്നതിന് വരെ തടസ്സമായിരിക്കും. എത്ര ഹജ്ജ് ചെയ്തെന്ന് പറഞ്ഞാലും അങ്ങനെ പിണങ്ങി കഴിയുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഒരു അമലും പടച്ച തമ്പുരാൻ സ്വീകരിക്കൂല എന്ന് മാത്രമല്ല, അല്ലാഹു നിന്നോട് റഹ്മത്തിന്റെ നോട്ടം നോക്കുക പോലും ചെയ്യില്ല എന്ന് വിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ, വിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ, വിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് ഉത്തമ ഭാര്യയാകണ്ടേ, ഒരു നല്ല ഭാര്യയാകണ്ടേ ആഗ്രഹമില്ലേ? ശരിയാണ്. നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ തലോടുന്ന, നിങ്ങളെ സമാശ്വാസിപ്പിക്കുന്ന, നിങ്ങളെ സമാധാനിപ്പിക്കുന്ന, നിങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും പങ്കുചേരുന്ന നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ അനുസരിക്കണ്ടേ? അങ്ങനെയുള്ള ഭർത്താവിനെ അനുസരിക്കണ്ടേ? അവരാണ് ഏറ്റവും നല്ല ഉത്തമരായ ഭാര്യമാരെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരുന്നു. ഒരു നല്ല ഭാര്യയുടെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നറിയുമോ? അതാണ് ഇന്നത്തെ ലൈവിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാ കുടുംബങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും നമ്മുടെ ഈ മജ്ലിസ് എത്തട്ടെ. അങ്ങനെ ഏതെങ്കിലും കുടുംബങ്ങളിൽ ആരെങ്കിലും പിണങ്ങി കഴിയുന്നുണ്ടെങ്കിൽ പടച്ചവനെ ഞങ്ങളുടെ മജ്ലിസ് കൊണ്ട് അവരെ നീ ഒന്നിപ്പിക്കണേ അല്ലാ. നമ്മുടെ ഈ പ്രബോധനം കൊണ്ട്, നമ്മുടെ ഈ വാള് കൊണ്ട് അവരെ ഒന്നിപ്പിക്കണേ അല്ലാ. പരസ്പര സ്നേഹം കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ, ഖൈറിന്റെ കുടുംബങ്ങളാക്കണേ അല്ലാ. എല്ലാവിധ നിഅമത്തുകളും ചെയ്യപ്പെടുന്ന കുടുംബങ്ങളാക്കണേ അല്ലാ.
അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ശരിയല്ല ഞാൻ പറയുന്നത് അല്ലേ? അപ്പോ നല്ല ഭാര്യയുടെ ലക്ഷണങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാൻ പോവുകയാണ്. അങ്ങനെ പറയുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യണം. പറഞ്ഞതൊക്കെ ശരിയാണ്, സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന മുഅ്മിനീങ്ങളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തും. അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എന്റെ മകനെ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തആല സ്വാലിഹായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ. സ്വാലിഹായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഒരു ഇൽമു മറ്റുള്ളവരിലേക്ക് എത്തിയിട്ട് ഈ മജ്ലിസ് കേട്ടിട്ട് പടച്ചവനെ ഞാൻ ഇത്രയും നാളും ചെയ്തത് തെറ്റായ രീതിയായിരുന്നല്ലോ, പടച്ചവനെ ഞാൻ എന്റെ ഭാര്യയോട് അല്ലെങ്കിൽ എന്റെ ഭർത്താവിനോട് കാണിച്ചത് തെറ്റായ സമീപനമായിരുന്നല്ലോ, മാറണം, മാറി ചിന്തിക്കണം. അങ്ങനെ ഒരു മാറ്റത്തിന് ഒരു അവരെന്ത് ചെയ്താൽ തീരുമാനമെടുത്താൽ ഈ ഷെയർ ചെയ്തു കൊടുക്കുന്ന ആളുകൾക്കും അതിന്റെ പുണ്യം കിട്ടും. അങ്ങനെ അവർ ഉത്തമ കുടുംബമായിട്ട് ജീവിക്കുന്ന കാലത്തോളം അതിന്റെ പുണ്യങ്ങളും പ്രതിഫലങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പടച്ച തമ്പുരാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അല്ലാഹു തആല നിക്ഷേപിച്ചു തരും, ഒട്ടും കുറയാതെ തന്നെ. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഷ്റഫ് സാഹിബ് കട്ടമ്പസാർ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഖൈറും ബർക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ അറിയുന്ന പ്രിയപ്പെട്ട പിതാവാണ്. അല്ലാഹു തആല ഖൈറും ബർക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നിഅമത്തുകളും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്തോ, ധൈര്യമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തോ. നിങ്ങളിലൂടെ ഒരു കുടുംബം രക്ഷപ്പെടട്ടെ, കുടുംബം രക്ഷപ്പെടട്ടെ. അല്ലാഹു ഖൈറിലാക്കട്ടെ. ഒരു നല്ല ഭാര്യയുടെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? അതാണ് ഇന്നത്തെ ലൈവിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ഭാര്യയുടെ ലക്ഷണങ്ങൾ ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. അവൾ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണാണ്. ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണാണെങ്കിൽ അവളാണ് ഏറ്റവും നല്ല ഭാര്യ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു പെണ്ണ് 5 നേരത്തെ നിസ്കാരം നിർവഹിച്ചു, വസാമത്ത് ശഹ്റഹാ, റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു, വഹഫിളത്ത് ഫർജഹാ, അവരുടെ ലൈംഗിക അവയവങ്ങൾ സൂക്ഷിച്ചു, മറ്റ് അന്യരായ ആണുങ്ങളെ തൊട്ട് അന്യരായ പുരുഷന്മാരെ തൊട്ട് അവരുടെ നഗ്നതകൾ സൂക്ഷിക്കുകയും ചെയ്തു. വാതാഅത്ത് സൗജഹാ, അവൾ അവന്റെ പ്രിയതമനെ അനുസരിക്കുകയും ചെയ്തു. അവൾ അവന്റെ പ്രിയതമനെ വഴിപ്പെടുകയും ചെയ്താൽ അങ്ങനെയുള്ള ഉത്തമയായ ഭാര്യയാണെങ്കിലോ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, നിനക്ക് പടച്ച തമ്പുരാൻ നാളെ സ്വർഗത്തിൽ തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഉദ്ഖുലി അൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്ന, ഉദ്ഖുൽ ജന്ന. അങ്ങനെയുള്ള പെണ്ണുങ്ങളോട്, ഭാര്യമാരോട് അല്ലാഹു തആല പറയുമത്രേ, പെണ്ണുങ്ങളെ ഉദ്ഖുലിൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടന്നുകൊള്ളണേ. മിൻ അയ്യി ബാബിൽ ജന്ന ശിഅതി, നീ ഏത് സ്വർഗ്ഗത്തിന്റെ ഏത് വാതിലിൽ കൂടെ കയറാനാണോ ഉദ്ദേശിക്കുന്നത് ആ വാതിലിലൂടെ നീ കയറി ചെല്ലുക എന്ന് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പെണ്ണേ നിങ്ങൾ ആനയിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ലഭിക്കണ്ടേ നമുക്ക് ആ ഭാഗ്യം, ലഭിക്കണ്ടേ ആ സൗഭാഗ്യം, ലഭിക്കണ്ടേ നമുക്ക് ആ സ്വർഗം? വേണ്ട എന്ന് ആരെങ്കിലും പറയുമോ? സ്വർഗത്തിന്റെ ഉന്നത പദവികൾ ലഭിച്ചാൽ, ഇഷ്ടമുള്ള സ്വർഗത്തിന്റെ വാതിലുകളിലൂടെ കയറാൻ അല്ലാഹു തആല പെർമിഷൻ തരുന്ന ഒരു വിഭാഗം സ്വാലിഹത്തായ പെണ്ണാ, സ്വാലിഹത്തായ ഭാര്യയാണ്. 5 നേരം നിസ്കരിക്കുകയും റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും അവരുടെ സ്വകാര്യ അവയവങ്ങൾ മറ്റ് അന്യ പുരുഷന്മാരെ തൊട്ട് സൂക്ഷിക്കുകയും അവരുടെ നഗ്നതകൾ അന്യ ആണുങ്ങളെ തൊട്ട് സൂക്ഷിക്കുകയും അവളുടെ ഭർത്താവിനെ വഴിപ്പെടുകയും ചെയ്താൽ
അവരോട് പടച്ച തമ്പുരാൻ പറയുമെന്നാണ്, പെണ്ണുങ്ങളെ, നിങ്ങൾ സ്വർഗത്തിന്റെ ഏത് വാതിലിൽ കൂടെ കയറാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കയറിക്കൊള്ളുക, നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, സ്വർഗത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആസ്വദിച്ചു കൊള്ളുക. ലഭിക്കണ്ടേ പ്രിയപ്പെട്ടവരെ, ലഭിക്കണ്ടേ ആ സൗഭാഗ്യം, ലഭിക്കണ്ടേ ആ ഭാഗ്യം. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാർക്ക് ആ ഭാഗ്യം നീ കൊടുക്കണേ അല്ലാ. ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, ഉമ്മമാർക്ക് ആ ഭാഗ്യം നീ കൊടുക്കണേ അല്ലാ. നമുക്ക് നിസ്കരിക്കാൻ മടിയാണ് അല്ലേ? നമുക്ക് നിസ്കരിക്കാൻ മടിയാണ്. മറ്റ് വീഡിയോകൾ കാണുന്നതിനോ, മറ്റ് കുന്നായ്മകളും കുശുമ്പുകളും പറയുന്നതിനോ, ഇത്തരം ഫസാദുകളും അസൂയകളും പറയുന്നതിനോ നമുക്ക് യാതൊരു മടിയുമില്ല. അതിനുവേണ്ടി എത്ര സമയം ചെലവഴിക്കാനും നമുക്ക് മടിയില്ല. എന്റെ പെണ്ണേ, നീതാ സല്ലത്തിൽ മർഅത്തു ഖംസഹാ, 5 നേരം നിന്റെ അടുത്ത് പള്ളിയിൽ വരാൻ പടച്ച തമ്പുരാൻ പറഞ്ഞില്ലല്ലോ? നിനക്ക് തന്ന ഇളവല്ലേ? മഴയാണെങ്കിലും വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും നിനക്ക് അല്ലാഹു തരുന്ന സൗഭാഗ്യമല്ലേ? വീടിനകത്ത് നീ നിസ്കരിച്ചാൽ തന്നെ ആണുങ്ങൾ കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് തണുപ്പ് കൊണ്ട് ചൂടേറ്റ് രാവിലെ മഴയത്ത് പോലും പള്ളിയിലെത്തുമ്പോ അവർ നിസ്കരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ നിസ്കരിക്കുന്ന മനുഷ്യർക്ക് അല്ലാഹു കൊടുക്കുന്ന അതേ പ്രതിഫലം പെണ്ണുങ്ങളെ, വീട്ടിൽ നിങ്ങൾ നിസ്കരിക്കുമ്പോ നിങ്ങൾക്ക് പടച്ച തമ്പുരാൻ തരുമല്ലോ. ഇതാ സല്ലത്തിൽ മർഅത്തു ഖംസഹാ, 5 നേരം നിസ്കരിക്കുന്ന മുടക്കം വരാത്ത പെണ്ണുങ്ങളാണോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അവരുടെ ഭർത്താവിനെ അനുസരിക്കുന്നവളായിരിക്കും, അവളാണ് നല്ല ഭാര്യ, അവളാണ് സ്വാലിഹത്തായ ഭാര്യ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. ഉസ്താദെ, എന്ത് വേണമെങ്കിലും പറഞ്ഞു, നിസ്കരിക്കാൻ ഞങ്ങളുടെ അടുത്ത് പറയല്ലേ, ഭയങ്കര മടിയാണ് ഉസ്താദെ, ഭയങ്കര മടിയാണ് ഉസ്താദെ, നിസ്കരിക്കാൻ ഞങ്ങളുടെ അടുത്ത് പറയല്ലേ. പറ്റില്ല. നിസ്കാരം അത് ഫർള് ഐനാണ്. ഓരോ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള വിവേകമുള്ള എല്ലാ ആണിനും പെണ്ണിനും നിർബന്ധമായ അമലാണ് നിസ്കാരമുള്ളത്. നിസ്കാരം നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരാണ് ഉത്തമയായ പെണ്ണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഈ കാലഘട്ടത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമല്ലേ അല്ലാഹുവിന്റെ റസൂല് നമ്മളെ ഓർമ്മപ്പെടുത്തിയത്? നീ നല്ല ഭാര്യയാണെങ്കിൽ, നീ നല്ല ഉത്തമയായ സ്ത്രീയാണെങ്കിൽ അത് എങ്ങനെയുള്ള പെണ്ണാണെന്നറിയോ? വഹഫിളത് ഫർജഹാ, അല്ലാഹു നഗ്നത എന്ന് സ്ത്രീകൾക്ക് പറയുന്ന അവയവങ്ങളൊക്കെ സൂക്ഷിക്കണേ. റോഡിലേക്ക് ഇറങ്ങിയാൽ പെണ്ണുങ്ങൾക്ക് നെഞ്ചുമറക്കാൻ മടിയാണ്, അതുപോലെ തന്നെ പിറക് കാണിച്ചുകൊണ്ട് നടക്കാനാണ് അവർക്കിഷ്ടം, അരക്കൈ ഷർട്ടിട്ടുകൊണ്ട് നടക്കാനാണ് അവർക്കിഷ്ടം, ടൈറ്റ് ഫിറ്റായ പർദ്ദകളും ടൈറ്റ് ഫിറ്റായ ലെഗിൻസുകളും ധരിച്ചുകൊണ്ട് നടക്കാനാണ് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പെണ്ണുങ്ങളെ, നിങ്ങളുടെ ആ നഗ്നത കണ്ട്, നിങ്ങളുടെ സ്വകാര്യത കണ്ട് മറ്റ് അന്യ ആണുങ്ങൾ അത് രസിക്കുന്നുണ്ടെങ്കിൽ, അവരത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രീതിയിലാണ് നിങ്ങൾ നടന്നു പോകുന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റഹ്മത്ത് നിനക്ക് കിട്ടൂല. എറുത്തടിച്ചെന്നു, മൈക്കിൽ എറുത്തുണ്ടെന്നു. ആ സൗഭാഗ്യം, അള്ളാഹുവിന്റെ റഹ്മത്ത് നിനക്ക് ലഭിക്കില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കണമെങ്കിൽ നിന്റെ നഗ്നതകളും നീ സൂക്ഷിക്കണം. ദൂരെ ചില പെണ്ണുങ്ങളൊക്കെ വരണത് കാണുന്ന റോഡേ കൂടെ മുടിയെല്ലാം പാറി ഇങ്ങനെ ഇട്ട് ഇങ്ങനെ നടക്കുക, ഇങ്ങനെ നടന്നു പോയി, ഉസ്താദ്. അപ്പൊ പിന്നെ ഇങ്ങനെ എടുത്ത് മറച്ചുകൊണ്ട് നടക്കും. ഉസ്താദ് അങ്ങോട്ട് പോയെന്ന് കാണുമ്പോഴത്തേക്ക് വീണ്ടും ഇങ്ങനെ. അതാണോ ശരിക്കും നമുക്ക് വേണ്ടത്?
നിങ്ങളുടെ സ്വകാര്യതകളും നിങ്ങളുടെ ഭർത്താവ് മാത്രം കാണേണ്ട നഗ്നതകളും അതിങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് അത് ടിക്ടോക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ലൈവ് ചെയ്യാനും അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മെനക്കെട്ട് നിൽക്കുന്നത് അത് ശരിയായ നടപടിയല്ല. അത് വലിയ തെറ്റാണ്, അത് വലിയൊരു വിപത്താണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ നിങ്ങൾ നല്ല ഭാര്യമാരായാൽ, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണായാൽ, അല്ലാഹു തആല പറയുന്നത് കണ്ടില്ലേ, ഉദ്ഖുലുൽ ജന്നാ മിൻ അയ്യിബാ അബ്വാബിൽ ജന്നാ. പെണ്ണുങ്ങളെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ, സ്വർഗത്തിന്റെ വാതിലിലൂടെ നിങ്ങൾ കടന്നുകൊള്ളുക. എന്ത് നല്ല ഭാഗ്യമല്ലേ, എന്ത് വലിയ അനുഗ്രഹമല്ലേ. ആ ഭാഗ്യം കിട്ടാൻ ആഗ്രഹിക്കാത്തവരാരാ, ആ സൗഭാഗ്യം കിട്ടാൻ കൊതിക്കാത്തവരാരാ. അല്ലാഹുവേ, നിങ്ങളുടെ ഭാര്യമാരെയല്ല ആ വിഭാഗത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അതാണ് ഒന്നാമത്തെ നല്ല ഭാര്യയുടെ ലക്ഷണം. ഒരു നല്ല ഭാര്യയുടെ ലക്ഷണം, അവൾ ഭർത്താവിനെ അനുസരിക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന, റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്ന, അവരുടെ സ്വകാര്യതകളും നഗ്നതകളും അവൾ സൂക്ഷിക്കുന്ന പെണ്ണാ. അവളാണ് ഉത്തമയായ ഭാര്യ. 2, ചാരിത്രം കാത്തു സൂക്ഷിക്കുന്നവളാണ്. ഖൈറുൻ നിസാഇല്ലതി ഇദാ നളർത ഇലൈഹാ സർറതുക. പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല പെണ്ണേതാണെന്നറിയോ? ഇദാ നളർത ഇലൈഹാ, നീ നിന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നീ നോക്കിയാൽ, സർറതുക, നിന്നെ സന്തോഷിപ്പിക്കുന്ന പെണ്ണാണ്. വൈദാ അമർതഹാ അതാതുക, നീ അവളോട് പറയുകയാണ്, പെണ്ണേ, എന്റെ വിരിപ്പിനടിയിലൊന്ന് കിടക്കാൻ വാ, എന്നോടൊന്ന് ശയിക്കാൻ വാ, ഇന്ന് രാത്രി ഇൻഷാ അല്ലാഹ് നീ എന്നോടൊപ്പം കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ അടുത്ത് വിളിക്കുമ്പോ അത് സ്നേഹത്തോടെ അനുസരിക്കുന്ന പെണ്ണാണ്. വൈദാ ഗിബ്ത അൻഹാ ഹഫിളതുക ഫീ നഫ്സിഹാ വമാലിഹാ. നീ അന്യസ്ഥലത്താണെങ്കിൽ, പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ, നിങ്ങൾ വിദേശികളായിരിക്കും, നിങ്ങൾ വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ജോലി അന്വേഷിച്ച് പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിലും ജോലി തേടി പോകുന്നവരായിരിക്കും. അങ്ങനെ നീ പോകുന്ന സമയത്ത് നീ ആ പെണ്ണുങ്ങളെ തൊട്ട് വിദൂരത്താകുമ്പോ അവരുടെ ശരീരത്തിനെ സൂക്ഷിക്കുന്നവളാണോ, അവരുടെ മുതലിനെ സൂക്ഷിക്കുന്നവളാണോ, ചുരുക്കി പറഞ്ഞാൽ അവളുടെ ചാരിത്രം സൂക്ഷിക്കുന്നവളാണോ, അവളാണ് ഉത്തമയായ ഭാര്യയെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്, ശഫീഉനാ റസൂലുള്ളാഹ്. മൂന്നാമത്തെ ഉത്തമയായ ഭാര്യയുടെ മൂന്നാമത്തെ ലക്ഷണം ഏതെന്നറിയോ? ഭർത്താവിന്റെ പ്രയാസങ്ങളിൽ സഹായിക്കുന്നവളാ. വലിയ ബിസിനസ്സുമാനാണ് നിന്റെ ഭർത്താവ്, വലിയ ജോലിക്കാരനാണ് നിന്റെ ഭർത്താവ്, വലിയ സാമ്പത്തിക ശേഷിയുള്ളവരാണ് നിന്റെ ഭർത്താവ്, വലിയ ചുമതലയുള്ള ജോലിയുള്ളവരാണ് നിങ്ങളുടെ ഭർത്താവ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ജോലി തിരക്കുകളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോ, കടങ്ങൾ വരുമ്പോ, നിന്റെ ഭർത്താവിന് ബുദ്ധിമുട്ട് വരുമ്പോ, ടെൻഷൻ മേലെ ടെൻഷൻ നീ കൊടുക്കാതെ അവരെ ആശ്വസിപ്പിക്കുകയും അവരെ സമാധാനിപ്പിക്കുകയും അവരെ സന്തോഷപ്പെടുത്തുകയും ചെയ്താൽ അവളാണ് ഉത്തമയായ ഭാര്യയെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അവിടെയല്ലേ ഖദീജ നമുക്ക് മാതൃകയാകേണ്ടത്, അവിടെയല്ലേ ഖദീജയും റസൂലുള്ളാഹി നമുക്ക് മാതൃകയാകേണ്ടത്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കുമ്പോ അതാ വാനലോകത്ത് നിന്നും സപ്തവാനങ്ങൾ കടന്നു വരികയാണ്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. വലിയ പേടിപ്പെടുത്തുന്ന രൂപത്തില്, വലിയ ചിറകുകളുള്ള രൂപത്തില്, ആജാനുബായ ഒരു പക്ഷിയുടെ രൂപത്തില് അതാ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇഖ്റാ, നബിയെ നിങ്ങൾ വായിക്കണേ. ഖുർആനിന്റെ ആരംഭം ഇഖ്റ എന്ന് പറയുന്ന സൂറത്ത് കൊണ്ടാണ്. നീ വായിക്കുക. നിന്നോട് കൊല്ലാനല്ല പറഞ്ഞത്, വാളെടുക്കാനല്ല പറഞ്ഞത്, ഇവിടെ എല്ലാവരെയും കൊന്നു തീർക്കാനല്ല പറഞ്ഞത്. സമാധാനം ആഗ്രഹിക്കുന്ന മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ പരിശുദ്ധമായ ഗ്രന്ഥമാകുന്ന, എല്ലാത്തിന്റെയും അടിസ്ഥാനമാകുന്ന ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ വചനം തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിയേ ഇഖ്റ, നിങ്ങൾ വായിക്കുക. നിങ്ങളുടെ നിങ്ങളുടെ ദൈവത്തിന്റെ അല്ലാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ വായിക്കണേ പ്രിയപ്പെട്ടവരെ എന്ന അള്ളാന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ വായിക്കുക. അതാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ വചനം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ ഒരു സൂറത്ത് അവതരിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിന്റെ അവതരണം നടക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്തറിയില്ലായിരുന്നല്ലോ, വായന അറിയില്ലായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ജിബ്രീലേ എനിക്ക് വായിക്കാൻ അറിയില്ല ജിബ്രീലേ. ജിബ്രീൽ അലൈഹിസ്സലാം ചേർത്ത് പിടിച്ചു, ഒന്നാമത്തെ പ്രാവശ്യം ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വായിക്ക് നബിയേ, വായിക്ക് നബിയേ. പ്രവാചകൻ പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. രണ്ടാമത്തെ പ്രാവശ്യവും ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ ചേർത്ത് പിടിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, നബിയെ വായിക്ക്. അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എനിക്ക് വായിക്കാൻ അറിയില്ല. മൂന്നാമത്തെ തവണയും ചേർത്ത് പിടിച്ചിട്ട് പ്രവാചകനോട് വായിക്കാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ റസൂൽ വായിക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മാ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന പരിശുദ്ധമായ ഖുർആൻ അവിടെ ആരംഭം കുറിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിന്റെ ഈ രൂപം കണ്ടിട്ട് വല്ലാതെ പേടിച്ചു പോയ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രൂപം കണ്ടിട്ട് വല്ലാതെ പേടിച്ചു പോയ, അരണ്ടുപോയ അല്ലാഹുവിന്റെ റസൂൽ ഓടിപ്പോവുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജ വീടിന്റെ മുന്നിൽ ചെന്നിട്ട്, മൺകുടിലിന്റെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് മുട്ടി വിളിക്കുകയാണ്. ഖദീജ, വാതിൽ തുറക്ക്, ഞാൻ നിന്റെ ഭർത്താവാകുന്ന പ്രവാചകനാണ്, മുഹമ്മദാണ്, വാതിൽ തുറക്ക്. പ്രവാചകന്റെ ശബ്ദം കേട്ട് മനസ്സിലാക്കിയ ആ ഖദീജ ബീവി റളിയല്ലാഹു തആല കതക് തുറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട ഭർത്താവ് വല്ലാതെ പേടിച്ച നിലയിൽ, വല്ലാതെ വിറളി വെളുത്ത നിലയിൽ, വല്ലാതെ അരണ്ട ഒരു രൂപത്തില്, വല്ലാതെ വിയർത്തു കുളിച്ച അവസ്ഥയില്, വല്ലാതെ വിറയ്ക്കുന്ന അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നേരെ പോവുകയാണ്. പുതപ്പെടുത്തുകൊണ്ട് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ പുതപ്പിച്ചു കൊടുത്തിട്ട് ആശ്വസിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ സമ്മിലൂനി സമ്മിലൂനി, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ ആയിഷ, എനിക്ക് വല്ലാതെ വിറയ്ക്കുന്നുണ്ട്, വല്ലാതെ പേടിയാകുന്നുണ്ട്, എന്നെ ഒന്ന് ആശ്വസിപ്പിക്ക്, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ ആയിഷ. അവിടെയാണ് ഏറ്റവും നല്ല ഉത്തമയായ ഒരു ഭാര്യയുടെ ധർമ്മം
അവിടെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവർത്തിക്കുന്നത്. ആ ഭാര്യയെ പോലെയാകാൻ എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ നമുക്ക് സാധിക്കണം. എന്റെ പ്രിയപ്പെട്ട ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ നിങ്ങൾക്ക് സാധിക്കണം. എത്ര വീടുകളിലാണ് ജോലിയുടെ വിഷമം കാരണം, ടെൻഷൻ കാരണം വല്ലാതെ അങ്കലാപ്പിലും വേദനയിലും തന്റെ ഭർത്താവ് തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ ടെൻഷൻ മേല് ടെൻഷൻ കൊടുക്കാതെ അവരുടെ മനസ്സ് വായിച്ചുകൊണ്ട്, അവരുടെ മുഖം വായിച്ചുകൊണ്ട്, അവർക്ക് ടെൻഷനാണെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാൻ, അവരെ സമാധാനിപ്പിക്കാൻ ഖദീജയെ പോലെ നീ അടുത്തുണ്ടാകണം. അവർക്കൊരു പനി വരുമ്പോ, അവർക്കൊരു ടെൻഷൻ വരുമ്പോ, അവർക്കൊരു ഭയം വരുമ്പോ പേടിക്കണ്ട, ഞാനുണ്ട് നിങ്ങളെ കൂടെ. കടമാണെങ്കിലും പട്ടിണിയാണെങ്കിലും വേദനയാണെങ്കിലും വീട്ടിലൊന്ന് കഴിക്കാനില്ലെങ്കിലും പൈസയൊന്നും ഇല്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ ഞാനുണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞിട്ട് ആ ഭർത്താവിനെ ചേർത്ത് പിടിക്കുന്ന പെണ്ണേ, നീയാണ് ഉത്തമയായ ഭാര്യയെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അവിടെ പ്രവർത്തിച്ചത്. പേടിച്ച് വിറച്ച് അരണ്ടു പോയ അല്ലാഹുവിന്റെ റസൂലിനെ ഖദീജ ബീബി റളിയല്ലാഹു തആല പുതപ്പിട്ട് മൂടുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്, എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്, എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്, നിങ്ങൾ പേടിക്കണ്ട. ഫവല്ലാഹി അബ്ശിറു ഫവല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. നിങ്ങൾ അല്ലാഹു സങ്കടപ്പെടുത്തൂല, നിങ്ങൾ അല്ലാഹു വേദനിപ്പിക്കൂല, നിങ്ങൾ അല്ലാഹു സങ്കടപ്പെടുത്തൂല, നിങ്ങൾ അല്ലാഹു വേദനിപ്പിക്കൂല, നിങ്ങൾ അല്ലാഹു കഷ്ടപ്പെടുത്തൂല. കാരണം ഇന്നകല തസ്ദുഖു ഹദീസ, നിങ്ങൾ സത്യസന്ധത, നിങ്ങൾ സത്യം മാത്രമല്ലേ പറയുന്നത്. വതസിലുർ റഹ്മാ, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവരല്ലേ. വതഹ്മിലുൽ കല്ലാ, ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നവരല്ലേ. വതഖരീൽ ളൈഫാ, നിങ്ങൾ അതിഥികളെ സൽക്കരിക്കുന്നവരല്ലേ. വതുഈനു അലാ നവാഇബിൽ ഹഖ്, ഹക്കിന്റെ വഴിയിൽ, യാഥാർത്ഥ്യത്തിന്റെ വഴിയിൽ നിങ്ങൾ ഉറച്ചു നിന്ന് സഹായിക്കുന്നവരല്ലേ. പാവങ്ങളെ സഹായിക്കുന്നവരല്ലേ, അത്താണികളെ സഹായിക്കുന്നവരല്ലേ. പിന്നെ നിങ്ങൾ അല്ലാഹു കഷ്ടപ്പെടുത്തൂല, നിങ്ങളെ അല്ലാഹു തആല വേദനിപ്പിക്കൂല, നിങ്ങളെ അല്ലാഹു തആല ബുദ്ധിമുട്ടിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനെ ആശ്വസിപ്പിക്കുകയാണ്. ആ ഒരു മനോഭാവമാണ് എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ നിങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ അവരെ ആശ്വസിപ്പിക്കണമെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹിയെ പോലെ നല്ല സ്വഭാവമുള്ളവരാകണം. നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരാകണം, കുടുംബബന്ധം ചേർക്കുന്നവരാകണം. ഭർത്താവ് അങ്ങനെ ആയിരിക്കണം. ഭർത്താവ് പ്രവാചകനെ പോലെ കുടുംബബന്ധം ചേർക്കുന്നവരാകണം, സത്യസന്ധത പുലർത്തുന്നവരാകണം, കുടുംബം നോക്കുന്നവരാകണം, ഭാര്യയെ ബഹുമാനിക്കുന്നവരാകണം. അല്ലെങ്കിൽ ഈ ഭാര്യ എന്താ അവിടെ കട, നിനക്കൊരു വിഷമം വരുമ്പോ തിരിഞ്ഞു പോലും നോക്കത്തില്ല, അവിടെ കിടക്കാന്ന് പറയും. അവിടെ കിടക്ക, ഞാൻ തിരിഞ്ഞു നോക്കൂല. ഇനി ഇക്കാക്കിനി എന്ത് എന്നെന്ന് പറഞ്ഞാലും എന്റെ കുടുംബത്തെ നോക്കാത്ത ഇക്ക, എന്റെ മക്കളെ നോക്കാത്ത ഇക്ക, ഞാൻ ആശ്വസിപ്പിക്കാൻ ഞാൻ പോവൂല. ആശ്വസിപ്പിക്കാൻ ഞാൻ പോകത്തില്ല, സമാധാനിപ്പിക്കാൻ ഞാൻ പോകത്തില്ല. അനുഭവിക്കട്ടെ എന്നായിരിക്കും നമ്മൾ മറുപടി പറയുന്നത്. കാരണം എന്ത്? ആ പ്രിയപ്പെട്ട ഭർത്താവ് ഉത്തമനായ ഭർത്താവ് ആയിരുന്നില്ല, അതുകൊണ്ടാണ് ആ നമ്മുടെ ഭാര്യമാരൊക്കെ പറയുന്നത് അവിടെ കിടന്ന് അനുഭവിക്കട്ടെ, അയാൾ എന്നെ കഷ്ടപ്പെടുത്തിയതിന് പകരം എണ്ണി അയാൾ സമാധാനം പറയേണ്ടി വരും, എണ്ണി അനുഭവിക്കേണ്ടി വരും. അല്ലാതെ ഞാൻ ആശ്വസിപ്പിക്കാനും പോകില്ല, ഞാൻ അയാളെ തിരിഞ്ഞു പോലും നോക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ തിരിഞ്ഞു നടക്കും. എന്തേ? കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, നമ്മൾ ഉത്തമനായ ഒരു ഭർത്താവ് ആയിരുന്നില്ല. അതുതന്നെ കാരണം. നമ്മൾ ഉത്തമനായ ഒരു ഭർത്താവ് ആണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് എനിക്ക് വിഷമമാണ്, എനിക്ക് സങ്കടമാണ്, എനിക്ക് വല്ലാതെ പേടി തോന്നുന്നുണ്ട്, ഖദീജ സമ്മിലൂനി, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ ഖദീജ.
അല്ലാഹുവിന്റെ റസൂൽ പറയേണ്ട താമസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീവി പുതപ്പിട്ട് മൂടിയിട്ട് ആശ്വസിപ്പിക്കുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങൾ കുടുംബം നോക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിനക്കൊരു വിഷമം വന്നാൽ, ചെറിയൊരു തലവേദന വന്നാൽ, ചെറിയൊരു വേദന വന്നാൽ, ചെറിയൊരു വിഷമം വന്നാൽ നിന്റെ ഭാര്യക്കത് സഹിക്കാൻ കഴിയൂല, നിന്റെ ഭാര്യക്കത് താങ്ങാൻ കഴിയൂല. എവിടെയാണെങ്കിലും ഏത് പാതിരാത്രിയാണെങ്കിലും ആ പെണ്ണുങ്ങൾ ഓടി വന്നിട്ട് നിന്നെ ആശ്വസിപ്പിക്കും, നിന്നെ സമാധാനിപ്പിക്കും, നിന്നെ സന്തോഷിപ്പിക്കും. എന്തിനും ഏതിനും അവര് നിന്നോടൊപ്പം ഉണ്ടാകണം. അങ്ങനെയാകാൻ നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ ആകണമെങ്കിൽ നമ്മൾ ഉത്തമനായ ഭർത്താവായിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഭാര്യ ഉത്തമയായ ഭാര്യയാകുന്നത്, സഹായിക്കുന്ന ഭാര്യയാകുന്നത്. പ്രയാസങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ ഇവര് പറയും അനുഭവിക്കട്ടെ, ആ മനുഷ്യൻ അനുഭവിക്കണം, അങ്ങനെ തന്നെ വേണം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ, മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതാണ് ഉത്തമയായ ഒരു ഭാര്യയുടെ ഗുണം. ഒന്നാമതായിട്ട് പറഞ്ഞത് ഉത്തമയായ ഒരു ഭാര്യയുടെ ഗുണമെന്ന് പറയുന്നത് ഭർത്താവിനെ അനുസരിക്കുന്നവളാണ്. അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്നവളാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ പ്രയാസങ്ങളിൽ സഹിക്കുന്നവരാണ്. നാലാമതായിട്ട് ഭർത്താവിന്റെ ആഗ്രഹം സബലീകരിക്കുന്ന പെണ്ണാണെങ്കിൽ, ഭർത്താവിന്റെ ആഗ്രഹം സബലീകരിക്കുന്ന പെണ്ണാണെങ്കിൽ നീ ഉത്തമയായ ഭാര്യയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതാണ് ഇന്നലത്തെ ലൈവിൽ ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങള് സ്നേഹത്തിൽ ആരെ പോലെയാകണം? ഖദീജയെ പോലെ. പെണ്ണുങ്ങളെ നിങ്ങൾ ഖദീജയെ പോലെ, നിങ്ങൾ പ്രവാചകനെ പോലെ ആകണം. മനസ്സിലായില്ലേ? ഇഷ്കിന്റെ വിഷയത്തിൽ അങ്ങനെ ആകണം. അങ്ങനെ വരുമ്പോഴാണ് ആ ദാമ്പത്യ ജീവിതത്തിന് നല്ലൊരു മാധുര്യം ലഭിക്കുന്നത്, ഒരു സമാധാനം ലഭിക്കുന്നത്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. നമ്മുടെ കുടുംബത്തിലുള്ളവരെ റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് കാണുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇത് ഷെയർ ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട്, നീ കബൂലാക്കണേ അല്ലാഹ്. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്തവരുണ്ട്. ഈ നന്മയുടെ ഭാഗത്ത് പങ്കുചേർന്ന മുഴുവൻ ആളുകൾക്കും റബ്ബേ നീ ഖൈർ നൽകണേ അല്ലാഹ്. നീ നിഅമത്ത് നൽകണേ അല്ലാഹ്. ഹിഫാലത്ത് നൽകണേ അല്ലാഹ്. കടങ്ങൾ വീട്ടണേ അല്ലാഹ്. കടക്കാരാക്കല്ലേ അല്ലാഹ്. അവിടെ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാഹ്. ഖൈർ കൊടുക്കണേ അല്ലാഹ്. ഖൈറായ ഭവനം കൊടുക്കണേ അല്ലാഹ്. ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ഖൈറായ സമ്പത്ത് കൊടുക്കണേ അല്ലാഹ്. ഖൈറിന്റെ സന്തോഷമുള്ള കുടുംബമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പരസ്പര സ്നേഹം നിലനിർത്തുന്ന കുടുംബമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ എല്ലാം തികയുന്ന അവസ്ഥയിലേക്ക് അവരുടെ കുടുംബത്തിന് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ ദാരിദ്ര്യങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരെയും നീ പാഴാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ആരെയും നീ പാഴാക്കല്ലേ അല്ലാഹ്. ഭർത്താവ് മരണപ്പെട്ടിട്ട് ആ ഭർത്താവിന് വേണ്ടി ഖത്തമോദിയവരുണ്ട്, അവിടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാഹ്. മക്കള് മരണപ്പെട്ടു പോയവരുണ്ട്, അവിടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഉന്നത പദവികൾ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഹിദായത്തുൽ അൻവാറിന്റെ കുടുംബങ്ങളിലുള്ളവരുടെ രോഗികൾക്ക് പടച്ചവനേ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. കീറിമുറിക്കപ്പെടുന്ന രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. തിരുവനന്തപുരം RCCയിൽ ഒരു കുഞ്ഞുമകൻ കിടക്കുന്നുണ്ട്. ആ മകന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ കുടുംബമുണ്ട്, ഉമ്മയുണ്ട്. അല്ലാഹുവേ മാസങ്ങളായി ആ പൊന്നുമകന് അല്ലാഹു കീമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ആ പൊന്നുമകനുള്ള അസുഖത്തിന് നീ ശിഫാവ് കൊടുക്കണേ അല്ലാഹ്. അതുപോലത്തെ രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന അല്ലാഹു ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരുണ്ട്. അല്ലാഹു ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, ഈ മജ്ലിസ് കാണുന്നവരുണ്ട്. റബ്ബേ അല്ലാഹുവോട് ശിഫാവ് കൊടുക്കണേ അല്ലാഹ്. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്.
സിഹത്ത് കൊടുക്കണേ അല്ലാ, ശിഫാവ് കൊടുക്കണേ അല്ലാ, ആജിലായ ശിഫാവ് കൊടുക്കണേ അല്ലാ, താമായ ശിഫാവ് കൊടുക്കണേ അല്ലാ. നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹു അവർക്ക് ജീവിതത്തിൽ സമാധാനം കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ, നരകം ഹറാമാക്കണേ അല്ലാ. അപ്പൊ ഉത്തമയായ ഭാര്യയുടെ നാലാമത്തെ ലക്ഷണം എന്തെന്നറിയോ? ഭർത്താവിന്റെ ആഗ്രഹം സബലീകരിക്കുന്നവളാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, സ്വഹാബാ ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി ഫലം തഅതിഹി ഫഫാത ഗളബാന അലൈഹാ ലബാത ഗളബ فبات غضبان عليها لعنتها الملائكة حتى تصبحا. നിന്റെ ഭർത്താവ് വന്നിട്ട് നിന്നെ വിളിക്കുകയാണ് വിരിപ്പിലേക്ക്, വാടി ഇവിടെ. ഇന്ന് നമുക്ക് സന്തോഷത്തിന്റെ പൂത്തിരി കത്തിക്കാം, വാ ഇൻഷാ അല്ലാഹ് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോഴത്തേക്ക് വിസമ്മതം പ്രകടിപ്പിക്കുന്നു. എന്തെങ്കിലും അവർക്ക് എന്താ പീരീഡ് ഉണ്ടാകുന്ന സമയമുണ്ട്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയമുണ്ട്. ആ സമയത്തല്ല കേട്ടോ, ഇതൊരു അഹങ്കാരത്തിന്റെ രീതിയിൽ ശൈലിയിൽ, ഇല്ല ഞാൻ ഇന്ന് വരുത്തില്ല എന്നുള്ള, എനിക്ക് പറ്റത്തില്ല, നിങ്ങൾ എന്റെ അടുത്ത് അത് പറഞ്ഞിട്ട് അത് ചെയ്തു തന്നില്ലല്ലോ, പറ്റത്തില്ല. അല്ലാതെ അവർക്ക് പീരീഡ് ഉണ്ടാകുന്ന സമയത്ത് വിളിച്ചിട്ട് ചെന്നില്ല, അല്ലെങ്കിൽ അവരുടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ സമ്മതിച്ചില്ല, അപ്പോഴത്തേക്ക് പടച്ച തമ്പുരാന്റെ കോപം ഉണ്ടാവൂല കേട്ടോ. അത് പലരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഈ ആയത്ത് ഹദീസൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്, ഭാര്യയെ വിരിപ്പിലേക്ക് വിളിച്ചിട്ട് ഭാര്യ വന്നില്ല എങ്കിൽ ആ ഭാര്യയ്ക്ക് പടച്ചവന്റെ കോപമുണ്ടാകും. എന്തൊരു മതമാണെന്ന് പറഞ്ഞുകൊണ്ട് യുക്തിവാദികൾ ഈ ഹദീസിനെ എടുത്തു പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതിന്റെ പൊള്ളയായ അർത്ഥം മാത്രം നമ്മൾ പരിശോധിക്കാതെ ആ ഹദീസിലുള്ള ആന്തരികമായ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോമൺ സെൻസ് ഉള്ള ഒരാള് ഒരു പെണ്ണിന് പീരീഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ട്, ഒരു വിഷമമുണ്ട്, പനിയാണ്, അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവന്റെ ഭർത്താവിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യും? അത് മനസ്സിലാക്കാനുള്ള കഴിവ് ആ ഭർത്താവിനുണ്ടാകും. അപ്പൊ അതിനനുസരിച്ച് ചെയ്യും. ഇനി അതല്ല, ഇവിടെ പറയുന്ന വിഷയം അതല്ല. അഹങ്കാരത്തോടെ നിസാരവൽക്കരിച്ചുകൊണ്ട് ഭർത്താവിന് ഒന്ന് വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിസാര കാര്യത്തിന്റെ പേരിൽ പിണങ്ങിയിട്ട് എനിക്ക് പറ്റത്തില്ല എന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് വിരിപ്പിൽ നിന്നും മാറിക്കിടക്കുന്ന പെണ്ണാണെങ്കിൽ അവളുടെ മേൽ അല്ലാഹു കോപിക്കുമെന്ന് മാത്രമല്ല, പ്രഭാതം വരെ ആ മലക്കുകളുടെ ശാപം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങൾക്ക് പീരീഡ് ഉണ്ടാകുന്ന സമയത്ത്, മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്, ഇന്ന് നമുക്കിന്നൊരു സന്തോഷത്തിന്റെ പൂത്തിരി കത്തിക്കാം വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുന്ന ഭർത്താവാണെങ്കിൽ അങ്ങനെ വിളിക്കില്ല, ആ സമയത്ത് വിളിക്കില്ല. മനസ്സിലായില്ലേ? അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇതിന്റെയൊക്കെ പൊള്ളയായ പച്ചയായ അർത്ഥം പറഞ്ഞുകൊണ്ട് മാത്രം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. അവരെയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് വിടുക. അപ്പൊ അതുപോലെ തന്നെ ഖുർആനിൽ മാത്രമുണ്ടോ, ഹദീസ് മാത്രം നിങ്ങൾ നോക്കണമെന്നല്ല. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ 4ആണ്: ഖുർആന്, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഖുർആനിലില്ലെങ്കിൽ ഹദീസിൽ നോക്കണം, ഹദീസിലില്ലെങ്കിൽ ഇജ്മായിൽ നോക്കണം, ഇജ്മായില്ലെങ്കിൽ ഖിയാസ് അനുസരിച്ച് നിൽക്കണം. മനസ്സിലായില്ലേ? അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം, അതില് ഉണ്ടാകും. അല്ലാതെ പച്ചയായ അർത്ഥങ്ങൾ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് സഹതാപം മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളൂ, പ്രകടിപ്പിക്കാനുള്ളൂ. അവര് ഇവിടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ അങ്ങനെയാണ്. അവർക്ക് വേറെന്തെങ്കിലും ദുനിയാവിന്റെ ലാഭങ്ങളും ഇച്ഛകളും ഒക്കെ ആയിരിക്കും. അതില് ആ ചതിയിൽ നമ്മൾ എന്ത് ചെയ്യരുത്, വീണു പോകരുത്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ.
അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. 33 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് റാഹത്തുള്ള കുടുംബജീവിതമായിരുന്നു. അൽഹംദുലില്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോ ഇവിടെ അർത്ഥം ഭർത്താവിന്റെ ആഗ്രഹം സബലീകരിക്കുന്നവളാണ് ഏറ്റവും ഉത്തമയായ ഭാര്യ. അപ്പൊ അനുസരണക്കേട് കാണിച്ചാൽ അവൾ ഉത്തമയായ ഭാര്യയാകില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കുറവുകളോ ഉള്ള സമയത്താണ് വിളിക്കുന്നതെങ്കിൽ അത് അവർക്കറിയാം. ആ സമയത്ത് വിളിക്കില്ല, ആ സമയത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. മറ്റു കാര്യങ്ങൾ കൊണ്ട് മറ്റ് കെറുവിച്ച് നിസാരമാക്കിക്കൊണ്ട് ഇങ്ങനെ ഷാഢ്യം പിടിച്ച് നിൽക്കുന്നവർക്കാണ് ഈ പറഞ്ഞത്. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്നെ അനുഗ്രഹിക്കട്ടെ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ സുന്നത്ത് നോമ്പ് പിടിക്കൽ അനുവദനീയമല്ല. സുന്നത്ത് നോമ്പ് പിടിക്കൽ ഭർത്താവിന്റെ അനുവാദമില്ലാതെ സുന്നത്ത് നോമ്പ് പിടിക്കൽ അനുവദനീയമല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? ചിലപ്പോ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ ചിലപ്പോൾ ഇഷ്ടം കൂടിയിട്ട് ചിലപ്പോൾ പകലിൽ തന്നെ നിങ്ങളുമായിട്ട് വീട് കൂടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ? അപ്പൊ ചോദിച്ചിട്ടിക്ക ഞാൻ നാളെ നോമ്പ് പിടിക്കുകയാണ്. ആരൊക്കെ ഉണ്ട് ഇത്രയും ദിവസമായിട്ട് നമ്മുടെ ദുൽഹിജ്ജ മാസത്തിന്റെ നോമ്പ് പിടിച്ചവരാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വേറെ ചരിത്രങ്ങളും വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയാൽ നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയും നമുക്കത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ പറ്റാതെ പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് പലരുടെയും കമന്റ് ഞാൻ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ വിശദമായിട്ട് വായിച്ച് ഞാൻ ദുആ ചെയ്യാൻ മുതിരാത്തത് അതുകൊണ്ടാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നിങ്ങളുടെ മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കമന്റുകൾ ഞാൻ വായിച്ചില്ലെന്ന് കരുതിയിട്ട് നിങ്ങൾ സങ്കടപ്പെടരുത്. പടച്ച തമ്പുരാൻ എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യട്ടെ. അല്ലാഹു നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഭർത്താവിന്റെ ആഗ്രഹം സബലീകരിക്കുന്നവൾ ഉത്തമയായ ഭാര്യയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് ഉത്തമയായ ഭാര്യയുടെ ലക്ഷണങ്ങളിൽ അഞ്ചാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, വീട്ടുകാര്യങ്ങളും കുട്ടികളെയും നന്നായിട്ട് നോക്കുന്ന പെണ്ണാണോ അവളാണ് ഉത്തമയായ ഭാര്യ എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതാണ് അഞ്ചാമത്തത്. ആറാമത്തതോ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. നന്മ ചെയ്യുന്ന ഭർത്താവിനെ കുറ്റം പറയാത്തവളാണോ? നന്മ ചെയ്യുന്ന ഭർത്താവിനെ കുറ്റം പറയാത്ത പെണ്ണാണോ? ചില പെണ്ണുങ്ങളുണ്ട്, ചില ഭാര്യമാരുണ്ട്, എത്ര നന്മ ചെയ്താലും എത്ര വാങ്ങിച്ചു കൊടുത്താലും എത്ര സന്തോഷിപ്പിച്ചാലും എന്റെ ഇക്ക ഒന്നും വാങ്ങിച്ചു തന്നില്ല, ഞാൻ ചോദിക്കണം ഒന്നും വാങ്ങിച്ചില്ല, എന്നെ പല തലത്തും കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര നന്മ ചെയ്താലും അവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾ ഉത്തമയായ ഭാര്യയല്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. നിന്റെ ഭർത്താവിന് ഉള്ളതുപോലെ നിനക്ക് കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ സഹായിച്ചിട്ടുണ്ട്, നിനക്ക് വസ്ത്രം വാങ്ങി തന്നിട്ടുണ്ട്, നീ ആഗ്രഹിച്ചത് അവർക്ക് പറ്റുന്നത് പോലെ അവർ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ, എന്നിട്ടും നീ കുറ്റം പറയുന്നവളാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നീ ഒരു ഉത്തമയായ ഭാര്യയല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. നന്മ ചെയ്യുന്ന ഭർത്താവിനെ കുറ്റം പറയാത്തവളാണ്. ഓ എന്റെ ഇക്കാലയിലെ 500 രൂപയല്ലേ കഷ്ടപ്പെട്ടിട്ട് പോയി കഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നതാണ്, അല്ലാതെ വെയിലും കൊണ്ട് അതുപോലെ തന്നെ ഒന്ന് വിശ്രമിക്കാൻ പോലും സമയമില്ലാതെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി കിടന്നു പോലും കഷ്ടപ്പെട്ട് അല്ലാതെ അധ്വാനിച്ചു കൊണ്ടുവരുന്ന കാശാണ്. അതിൽ നിന്ന് എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ എന്നെ സഹായിക്കുന്നുണ്ട്, എന്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് തൃപ്തിപ്പെട്ട് സന്തോഷപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന പെണ്ണാണ് ഉത്തമയായ ഭാര്യ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അതിനെ വിശദീകരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് സമയമില്ല. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്നെ അനുഗ്രഹിക്കട്ടെ. ഇനിയോ ഏഴാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരികയാണ്, ഭർത്താവിനെ ഇഷ്ടമില്ലാത്തവരുമായി അകൽച്ച കാണിച്ചവൾ അവളാണ് ഉത്തമയായ ഭാര്യ. ഭർത്താവിന് ഒരാള് വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഒരു പെണ്ണ് വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. അപ്പൊ എന്റെ ഇക്കാക്ക് ഇഷ്ടമില്ലാത്തവരെടുത്ത് ഞാൻ എന്ത് ചെയ്യണ്ട, ഇഷ്ടപ്പെടണ്ട. എന്റെ ഇക്കാക്ക് അവൻ വീട്ടിൽ വരുന്നതോ അല്ലെങ്കിൽ അവൾ വീട്ടിൽ വരുന്നതോ അവളുമായിട്ട് ബന്ധം പുലർത്തുന്നതോ എന്തില്ല, ഇഷ്ടമല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ, അതിനനുസരിച്ച് നിൽക്കുക. ഓ ഇക്കാക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്താ ഇഷ്ടപ്പെട്ടൂടെ?
അവരുമായിട്ട് അകൽച്ച കാണിക്കണം. ഭർത്താവിന് ഇഷ്ടമല്ലാത്തവരുമായിട്ട്, ശ്രദ്ധിക്കുക, ഭർത്താവിന് ഇഷ്ടമില്ലാത്തവരുമായിട്ട് അകൽച്ച കാണിക്കുന്നവൾ അവളാണ് ഉത്തമയായ ഭാര്യയെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതുപോലെ തന്നെ എട്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഖൈറുൻ നിസാഇല്ലത്തി ഇദാ നളർത ഇലൈഹാ സറത്തുക. ഉത്തമയായ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് വേണ്ടി ഒരുങ്ങുന്നവളാ. മാസങ്ങൾക്ക് ശേഷം, ആഴ്ചകൾക്ക് ശേഷം, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഗൾഫിൽ നിന്ന് തന്റെ ഭർത്താവ് വരുമ്പോ അവർക്ക് വേണ്ടി നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി, നല്ല അത്തറൊക്കെ തേച്ച്, നല്ല സുറുമയൊക്കെ എഴുതി, നല്ല പൗഡറൊക്കെ ഇട്ട്, നല്ല സുഗന്ധപൂരിതമായിട്ട് നിന്നുകൊണ്ട് ഭർത്താവിനെ സ്വീകരിക്കുന്ന, ആ ഭർത്താവിനെ കാണിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന പെണ്ണാണോ അവളാണ് ഉത്തമയായ ഭാര്യയെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അതല്ലാതെ കണ്ട് കല്യാണത്തിന് പോകുമ്പോ, ഒരു മരണ വീട്ടിൽ പോകുമ്പോ, മാർക്കറ്റിൽ പോകുമ്പോ, വസ്ത്രമെടുക്കാൻ പോകുമ്പോ, കുടുംബക്കാരെ കാണാൻ പോകുമ്പോ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുങ്ങുന്ന പെണ്ണല്ല ഉത്തമയായ പെണ്ണ്. മറ്റുള്ളവരെ കാണിക്കണം, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ചമഞ്ഞ് ഒരുങ്ങി പോകുന്ന പെണ്ണല്ല ഉത്തമയായ പെണ്ണ്. നീ ഒരുങ്ങേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? നിന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ്. നിന്റെ ഭംഗിയും നിന്റെ ആകാര വടിവുകളും നിന്റെ ശരീരങ്ങളും കാണാൻ അവകാശമുള്ള ഭർത്താവിന്റെ മുമ്പിലാണ് നീ അണിഞ്ഞൊരുങ്ങി പോകേണ്ടത്. അല്ലാതെ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് മാർക്കറ്റിൽ പോണതാ, അല്ലെങ്കിൽ കല്യാണത്തിന് പോണതാ, അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ പോണതാ, അല്ലെങ്കിൽ അയൽവാസികളുടെ വീട്ടിൽ പോണതാ, അപ്പൊ എങ്ങനെയാ ഒന്ന് ഒരുങ്ങാതെ പോണത്? എങ്ങനെയാ ഒന്ന് സ്പ്രേ അടിക്കാതെ പോണത്? എങ്ങനെയാ ഒന്ന് കരി എഴുതാതെ പോണത്? സ്വാഭാവികമായിട്ടും ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. അതൊഴിച്ച് ബാക്കിയിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഭംഗിയാവല്ലോ, പുട്ടിയിട്ട്, മറ്റേ പെയിന്റ് അടിച്ച്, പിന്നെ ലിപ്സ്റ്റിക് തേച്ച്, പിന്നെന്താ ഉള്ള ഇതൊക്കെ വാരിയിട്ട്, പിന്നെ മറ്റേ കണ്ണിൽ വെക്കണം, എന്താ പറയല്ലോ, ഞാൻ എന്താ പറയാ, ഇങ്ങനെ പിരികം ഇങ്ങനെ നിൽക്കണ ഒരു ഐബ്രോ, എന്താ എനിക്കറിയില്ല എന്റെ പേര്, അതൊക്കെ വെച്ച്, പിന്നെ നല്ല ആകാര വടിവ് കാണുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, കൈ നിറച്ച് വളകൾ വാരിയിട്ട്, അല്ലെങ്കിൽ കൈ നിറച്ചൊരു വളകൾ വാരിയിട്ട്, കുരുങ്ങണ കൊലുസൊക്കെ വാരിയിട്ട് അങ്ങോട്ട് ചമഞ്ഞൊരുങ്ങി അണിഞ്ഞൊരുങ്ങി ഭർത്താവില്ലാത്ത സമയത്ത് ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി പോകുന്നവൾ ഉത്തമയായ ഭാര്യയല്ല. അത്യാവശ്യം ഒരു ഇച്ചിരി കരി എഴുതുന്നതിനോ അല്ലെങ്കിൽ ഒരു വളയെടുത്തിടുന്നതിനോ അല്ല ഈ പറയുന്നത്. അഡീഷണൽ ആയിട്ട് ഒരുങ്ങുക, പുട്ടിയിടുക ഭർത്താവില്ലാത്ത സമയത്ത്. ഭർത്താവിന് അത് ഒട്ടും ഇഷ്ടമല്ല എന്താനും അങ്ങനെ ഒരുങ്ങി പോകുന്നത്. ഭർത്താവ് ഉള്ളപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല, കാക്ക സംഭവം തന്നെ ആയിരിക്കും, ഭർത്താവിന്റെ കൂടെ അല്ലേ പോകുന്നത്. അതില്ലാത്തപ്പോഴത്തേക്ക് അങ്ങനെ പോകല് നല്ലതല്ല എന്ന്, അത് ഉത്തമയായ ഭാര്യയുടെ അടയാളമല്ല എന്ന്. ഐലീനർ അല്ല, മറ്റേ പിരികം, വെപ്പ് പിരികം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് പിന്നെ കണ്ണില് മറ്റേ എന്താ ലെൻസ്, എന്തൊക്കെയോ പെണ്ണുങ്ങൾക്ക് ഒരുങ്ങേണ്ട സാധനങ്ങളുണ്ടോ അതൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ചമഞ്ഞങ്ങോട്ട് പോകുന്ന രീതി ഉണ്ടല്ലോ, അത് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുങ്ങുന്നതാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുങ്ങാൻ പാടില്ല. നീ നിന്റെ ഭർത്താവിന് വേണ്ടി ഒരുങ്ങി ചമഞ്ഞ് അവരെ സ്വീകരിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവളാണ് ഉത്തമയായ ഭാര്യയെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നിന്റെ വസ്ത്രം മാന്യമായിരിക്കണം. മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം നീ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. നിന്റെ ഔറത്തുകൾ, നിന്റെ നഗ്നതകൾ മറച്ചുകൊണ്ടായിരിക്കണം നീ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അതേ ഭർത്താവിന് ഇഷ്ടപ്പെടുള്ളൂ. അല്ലാതെ നിന്റെ ആകാര വടിവും നിന്റെ ശരീരം മുഴുവനും പുറത്തേക്ക് നിറച്ചിട്ട് ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി പോകുന്നതൊന്നും ഭർത്താവിന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ടാകും. അതിനുള്ള പരിണിത ഫലങ്ങളൊക്കെ അവരെ അനുഭവിച്ചാൽ മതി. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇത്രയും നേരം നമ്മൾ നമ്മുടെ ലൈവിലൂടെ സംസാരിച്ചത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഉത്തമയായ ഭാര്യ, ആ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമകളും ഉത്തരവാദിത്തങ്ങളുമാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അവൾ കുടുംബം നോക്കുന്നവളായിരിക്കും, മക്കളെ നോക്കുന്നവളായിരിക്കും. അതുപോലെ തന്നെ ഭർത്താവിന്റെ ഉമ്മയെ വകവെച്ചു കൊടുക്കുന്നവരായിരിക്കും. അവരെ സ്നേഹിക്കുകയും അവരോടൊപ്പം
എല്ലാ കാര്യങ്ങളിൽ നിന്ന് പങ്കാളിത്തം ഉറപ്പിച്ച ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെ, അംഗം തന്നെ, അങ്ങനത്തെ പോലെ എന്ന് പറയേണ്ട അംഗം തന്നെ, അതുപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അവരാണ് ഉത്തമരായ ഭാര്യ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഈ ലൈവ് കാണുന്നവരുടെ കുടുംബത്തിൽ നീ സമാധാനം കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പരസ്പര സ്നേഹം കൊടുക്കണേ അല്ലാ, പരസ്പര സമാധാനം കൊടുക്കണേ അല്ലാ, ഐക്യം നിലനിർത്തണേ അല്ലാ, സന്തോഷം നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, നിഅമത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അവിടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ, അവിടെ നിയ്യത്തുകളെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരിലേക്കും നമ്മുടെ മജ്‌ലിസ് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കഴിയുന്നവരുണ്ടെങ്കിൽ നമ്മുടെ മജ്‌ലിസ് കണ്ടിട്ടെങ്കിലും നല്ലൊരു മാറ്റമുണ്ടാക്കിയിട്ട് നല്ല ഒരു ഭാര്യയായി, നല്ല ഒരു ഭർത്താവായി, നല്ലൊരു കുടുംബനാഥനായി, നല്ലൊരു കുടുംബനാഥയായി ജീവിക്കാൻ, ഈമാനുള്ള കുടുംബമായിട്ട് ജീവിക്കാൻ റബ്ബേ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ അല്ലാ. അതിനുള്ള അവസരം നീ ഒരുക്കണേ അല്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് 3 ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. എല്ലാവരും നിങ്ങളുടെ മുറാദുകളും വിഷമങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്തെല്ലാം മുറാദുകളുണ്ടോ, എന്തെല്ലാം വിഷമങ്ങളുണ്ടോ, എന്തെല്ലാം നിയ്യത്തുകളുണ്ടോ അതൊക്കെ മനസ്സിൽ കരുതിയിട്ട് അല്ലാഹുവിന്റെ 99 നാമങ്ങളും ഉരുവിട്ടുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷയോടുകൂടി വിശ്വാസത്തോടുകൂടി അല്ലാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ. അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു തആല കബൂലാക്കും. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദിലു യാ അല്ലാഹ് യാ ലതീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ്
യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسن يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منعم يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله يا ستار يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد برحمة الله المنان برحمة الله المنان برحمة الله المنان അല്ലാഹു തആല സ്വീകരിക്കട്ടെ അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ കരളിന്റെ കരളായ നബിയാരെ റൗള കണ്ണാലെ ഒരു നോക്ക് കാണുന്നതെന്ന ദുനിയാവിലെ വാസം തീരുന്ന മുന്നേ ദയ്യാനെ നീയൊന്ന് കൊണ്ടെത്തിക്കെന്നെ കരളിന്റെ കരളായ നബിയാരെ റൗള കണ്ണാലെ ഒരു നോക്ക് കാണുന്നതെന്ന സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. ഇതിനു മുന്നോടിയായിട്ട് എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിലുള്ള അഡ്മിൻ ഉൾപ്പെടെ എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും എത്തിച്ചേരണമെന്ന് അറിയിച്ചുകൊണ്ട് ഒന്നുകൂടി നിങ്ങൾ എല്ലാ ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതുപോലെ നിങ്ങളുടെ മുറാദുകൾ വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വസിയത്ത് ചെയ്യണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അസൈനാർ KP ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു ഖൈർ തരട്ടെ. അല്ലാഹു എല്ലാ ബറക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു എല്ലാവിധ നിഅമത്തുകളും ചൊരിഞ്ഞു തന്ന് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ദുആ ചെയ്യാൻ പോകും. ലൈക്ക് ചെയ്യണേ, മറന്നു പോകരുത്. വസിയത്തുകൾ
അറിയിക്കുക, മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട്. അള്ളാഹു ഖൈറായ മക്കളെ തന്നെ അനുഗ്രഹിക്കട്ടെ. ഭർത്താവിന്റെ സ്വഭാവം അള്ളാഹു താല നന്നാക്കട്ടെ. അള്ളാഹു എല്ലാ മക്കളെയും സ്വാലിഹീങ്ങളാക്കട്ടെ, ആബിദീങ്ങളാക്കട്ടെ, അനുസരണയുള്ള മക്കളാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യാം. അള്ളാഹു എല്ലാവരെയും ഖൈറിലാക്കട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആർട്സ് ഹഫ്സത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ, അവിടെ മുറാദ് അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ. പാമ്പ് കടിയേറ്റ് മരിച്ച താഹിറ എന്ന സഹോദരിക്ക് വേണ്ടി അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുയുടെ ഖബർ ജീവിത സന്തോഷത്തിലാക്കട്ടെ. അവിടെ കുടുംബത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും പടച്ച തമ്പുരാൻ കൊടുക്കട്ടെ. അവിടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അവർക്കും വേണ്ടി ദുആ ചെയ്യാം. ബഷീർ സാഹിബിന് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ ഒരുപാട് പേര് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ അനുഗ്രഹീതമായ രാത്രിയാണ്. അള്ളാഹു താല നഷ്ടപ്പെടുത്തി കളയൂല, അള്ളാഹു താല പാഴാക്കൂല, അള്ളാഹു താല നിരാശരാക്കൂല. കണ്ണീരോടെ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കുക. സൈന, ചോളം, വയാർ അള്ളാഹു താല കബൂൽ ചെയ്യട്ടെ, അള്ളാഹു താല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഡിസ്കിന് പ്രശ്നമെന്നപ്പോൾ 1 ലക്ഷം ദിക്ർ ചൊല്ലി അള്ളാഹുവെ സ്വീകരിക്കണേ അല്ലാ. അസുഖത്തിനെല്ലാം നീ ശിഫാവ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അള്ളാഹു നിങ്ങളുടെ ദുആനെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. ദുആ ചെയ്യാൻ പോവുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. പെട്ടെന്ന് നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുക. അള്ളാഹു തആല കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാഹ്, നിങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിങ്ങളുടെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാഹ്, നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. നിങ്ങളുടെ എല്ലാവരുടെയും നിയ്യത്തുകളെ നീ കബൂലാക്കണേ അല്ലാഹ്. നിങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ വിശിഷ്യ ഈ ഹിദായത്തിൽ അൻവാറിന്റെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഗുരുനാഥന്മാര് റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ സഹപാഠികൾ, ഞങ്ങളുടെ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹുവേ അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. നീ പുറത്തു കൊടുക്കണേ അല്ലാ. നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. മർഹമത്ത് കൊടുക്കണേ അല്ലാ. അവിടെ ഖബർ വിശാലമാക്കണേ അല്ലാ. 2 വാരിയെല്ലുകൾ കോർക്കുന്ന വിധത്തിൽ ഖബറിനെ നീ ഞെരിക്കല്ലേ അല്ലാ. സബാനിയാക്കളാകുന്ന മലക്കുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഹിസാബ് എളുപ്പമാക്കണേ അല്ലാ. ഖബറിൽ നീ വെളിച്ചമേക്കണേ അല്ലാ. അല്ലാഹുവേ എല്ലാവിധ പാപങ്ങളും നീ പുറത്തു കൊടുത്ത് നിന്റെ ഇഷ്ടപ്പെട്ട സ്വർഗത്തിന്റെ അഖിലുകാരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു ജീവിത കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ. അല്ലാഹു ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കുടുംബങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ ലൈവ് കാണുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഗുരുനാഥന്മാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എല്ലാ രോഗത്തിനും നിന്ന് ശിഫാവ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഖൈറിലാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് രോഗങ്ങളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഞങ്ങള് സാധുക്കളാണ്, ഞങ്ങള് പാപികളാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ്. പടച്ചവനെ നേരെ ചൊവ്വ നിസ്കരിക്കാത്തവരാണ്, ഒരുപാട് നന്ദികേട് കാണിക്കുന്നവരാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഞങ്ങളിലുള്ള രോഗികൾക്ക് അത് ഏത് രോഗമാണെങ്കിലും നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. പനിയുള്ളവരുണ്ട്, ശിഫാവ് കൊടുക്കണേ അല്ലാ. ജലദോഷമുള്ളവരുണ്ട്, വിട്ടുമാറാത്ത തലവേദനയുള്ളവരുണ്ട്, സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട്, കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയവരുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ കഴിവില്ലാത്തവരുണ്ട്. പടച്ചവനെ അല്ലാഹുവേ ഡിസ്കിന് പ്രശ്നമുള്ളവരുണ്ട്, സോറിയാസിസിന്റെ മറ്റ് അലർജി സംബന്ധമായ അസുഖമുള്ളവരുണ്ട്. അല്ലാഹു കിഡ്നി സംബന്ധമായ, ഹാർട്ട് സംബന്ധമായ, വാൽവ് സംബന്ധമായ അസുഖമുള്ളവരുണ്ട്. അല്ലാഹുവേ മൂത്രത്തിൽ കല്ലെന്ന് പറയുന്ന അസുഖമുള്ളവരുണ്ട്, പ്രഷർ ഉള്ളവരുണ്ട്, പ്രമേഹമുള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, മറ്റ് അസുഖങ്ങളുള്ളവരുണ്ട്. എല്ലാവർക്കും നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. നിങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ.
അല്ലാഹുവേ കൈകാലുകളിൽ മുഴ വന്നിട്ട് പടച്ചവനെ അത് കീറി മാറ്റണമെന്ന് ഡോക്ടർമാര് പറയുന്നുണ്ട്. പടച്ചവനെ അത് അലിയിച്ച് കളയണേ അല്ലാ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ മക്കളിലുമുള്ള എന്തെങ്കിലും അസുഖങ്ങൾ, വൈറസ് സംബന്ധമായ, ബാക്ടീരിയ സംബന്ധമായ, പടച്ചവനെ ക്യാൻസർ സംബന്ധമായ, അല്ലാഹുവേ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന രോഗങ്ങൾ, അങ്ങനെ ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹുവേ നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. ഈ ലൈവ് കാണുന്നവരുടെ പേരുകളും അവരുടെ അഡ്രസ്സുകളും അവരുടെ മുറാദുകളും നിനക്കറിയാമല്ല. അവരുടെ മുറാദ് ഹാസിലാക്കണേ അല്ല. അവരുടെ നിയ്യത്തുകളെ കബൂലാക്കണേ അല്ല. അവരെ നീ ഏറ്റെടുക്കണേ അല്ല. അവരെ നീ പാഴാക്കല്ലേ അല്ല. അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ല. എല്ലാ കടങ്ങളും നീ വീട്ടിൽ കൊടുക്കണേ അല്ല. കടക്കാരാക്കല്ലേ അല്ല. സമ്പത്ത് കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ല. അല്ലാഹുവേ ഹൈറായ ജീവിതം കൊടുക്കണേ അല്ല. അവിടെ ഭാര്യമാരെ നീ അനുഗ്രഹിക്കണേ അല്ല. അവിടെ ഭർത്താക്കന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ല. അവിടെ മക്കളെ അനുഗ്രഹിക്കണേ അല്ല. അവിടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ അല്ല. ഖൈറിന്റെ കുടുംബങ്ങളാക്കണേ അല്ല. ദീനിന് ഉപകാരപ്പെടുന്ന, രാജ്യത്തിന് ഉപകാരപ്പെടുന്ന, നാളെ പാരത്രിക ലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ല. അല്ലാഹുവേ നന്ദി കെട്ടവരാക്കല്ലേ അല്ല. അനുസരണക്കേട് കാണിക്കുന്നവരാക്കല്ലേ അല്ല. അല്ലാഹു എല്ലാവിധ ബുദ്ധിമുട്ട് പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ല. ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ല. ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ല. ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ല. പ്രതീക്ഷയോടെയാണ് മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്നത്. അല്ലാഹു എന്നേക്കാൾ നിസ്കാരമുള്ളവരാണ്, എന്നേക്കാൾ ഖുർആൻ ഓതിയവരാണ്. അല്ലാഹു എന്നേക്കാൾ ആമീൻ പറയുന്ന ഒരുപാട് മജ്‌ലിസുകളിൽ പങ്കെടുക്കുന്ന നല്ല മനസ്സുള്ളവരാണ്. റബ്ബേ അവരുടെ ആമീനെ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ആമീനെ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ആമീനെ സ്വീകരിക്കണേ അല്ലാ. ഈ തട്ടിക്കളയല്ലേ അല്ലാ. ഈ തട്ടിക്കളയല്ലേ അല്ലാ. ഈ നിരാശരാക്കല്ലേ അല്ലാ. അല്ലാഹു നിരാശരാക്കല്ലേ അല്ലാ. കൈവേദനയുള്ളവരുണ്ട്, പെരടി വേദനയുള്ളവരുണ്ട്, നെഞ്ചുവേദനയുള്ളവരുണ്ട്, ഹാർട്ടിന് സംബന്ധമായ അസുഖമുള്ളവരുണ്ട്. അല്ലാഹുവേ എന്ത് അസുഖമുണ്ടെങ്കിലും റബ്ബേ നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമുള്ള രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. നിങ്ങളുടെ ശരീരങ്ങൾ ഛിന്ന ഭിന്നമായി പോകുന്ന അവസ്ഥകൾ വരുത്തല്ലേ അല്ലാ. അപകടങ്ങൾ തരല്ലേ അല്ലാ. അപകട മരണങ്ങൾ തരല്ലേ അല്ല. ആക്സിഡന്റുകൾ തരല്ലേ അല്ല. അല്ലാഹു ഞങ്ങളുടെ ശരീരങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അല്ല. നീ സ്വീകരിക്കണേ അല്ല. സിഹ്ർ ബാത്തിലാക്കണേ അല്ല. കണ്ണേറുകാരുടെ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ല. പൈശാചിക ഉപദ്രവങ്ങളെ തൊട്ട് കാക്കണേ അല്ല. കാലയിടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ല. ഫിത്ന ഫസാദുകളെ തൊട്ട് കാക്കണേ അല്ല. എല്ലാവിധ ഉപദ്രവങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ പേരുകൾ വായിക്കാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് റബ്ബേ. അവർ തൃപ്തിയുള്ളവരാണ്. അല്ലാഹുവേ മൈഗ്രെയിൻ എന്ന അസുഖമുണ്ട്, ശിഫാവ് കൊടുക്കണേ അല്ല. അല്ലാഹുവേ സമാധാനം കൊടുക്കണേ അല്ല. വീടില്ലാത്തവരുണ്ട്, വീട് കൊടുക്കണേ അല്ല. വസ്തുവില്ലാത്തവരുണ്ട്, അതിനുള്ള വഴികൾ കൊടുക്കണേ അല്ല. ജോലി അന്വേഷിക്കുന്നവരുണ്ട്, ഹൈറായ ജോലി കൊടുക്കണേ അല്ല. അല്ലാഹുവേ ജോലി ചെയ്യുന്നവരുണ്ട്, ഹൈറായ ശമ്പളം കൊടുക്കണേ അല്ല. കൃഷി ചെയ്യുന്നവരുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഹൈറ് നൽകണേ അല്ല. ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ നിങ്ങളുടെ മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. സ്വീകരിക്കുന്ന മജ്‌ലിസ് അല്ലാഹു നിന്റെ അടുക്കൽ തൃപ്തിയുള്ള മക്കളാക്കണേ അല്ലാ. അല്ലാഹു ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. വഴി പിഴച്ചവരാക്കല്ലേ അല്ലാ. പാപികളിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹു മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും മറ്റ് ലഹരി പദാർത്ഥ ഉപയോഗങ്ങളുടെയും അടിമപ്പെട്ട് പിഴച്ചു പോകുന്ന മക്കളാക്കല്ലേ അല്ലാ. മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കാൻ ഇടവരുത്തല്ലേ അല്ലാ. മക്കളെ കൊണ്ട് ദുഃഖിക്കാൻ ഇടവരുത്തല്ലേ അല്ലാ. ഒരു വശത്ത് മക്കളില്ലാത്തതിന്റെ വിഷമം അനുഭവിക്കുമ്പോ മറുവശത്ത് മക്കളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമുണ്ട്. റബ്ബേ അവർക്ക് നീ ഹൈറായത് അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്ത ദമ്പതിമാരുണ്ട്, കരഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാത്തവരുണ്ട്. ചികിത്സകൾ പലതും ചെയ്തിട്ട് പടച്ചവനെ ഫലമില്ലാതെ നിൽക്കുന്നവരുണ്ട്. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട്, ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഓതുന്ന അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് അവർക്ക് സാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ.
ഇവിടെ ചികിത്സകളൊക്കെ ഫലപ്രദമാക്കണേ അല്ലാ, അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങൾക്കെല്ലാം ഈമാൻ നൽകണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധ മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. റൗള കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ റൗള കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. പഠിക്കുന്ന മക്കൾക്ക് ബുദ്ധിവികാസം കൊടുക്കണേ അല്ലാ, ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ, എല്ലാ കഴിവും കൊടുക്കണേ അല്ലാ. അവർ നീ തളർത്തിക്കളയല്ലേ അല്ലാ. വീട് പണി എത്രയും പെട്ടെന്ന് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും മാറ്റണേ അല്ലാ. സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളായ ഭാര്യ ഭർത്താക്കന്മാരാക്കണേ അല്ലാ. കുടുംബത്തിൽ നീ സ്വസ്ഥതയും സമാധാനവും ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഈമാൻ നൽകണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ. ഞങ്ങളെപ്പോ മരണപ്പെട്ടാലും നല്ല ദിവസം നല്ല രാവിലെ വധുവോടുകൂടി പുഞ്ചിരിച്ച് ഈമാനോടുകൂടി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാത്ത മരണം തരല്ലേ അല്ലാ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ ഖൈറ് നൽകണേ അല്ലാ. നിരാശരാക്കല്ലേ അല്ലാ, നിരാശരാക്കല്ലേ അല്ലാ. ആരെയും നീ പാഴാക്കല്ലേ അല്ലാ. കണ്ണീര് കുടിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ. PCOD മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റണേ അല്ലാ. അല്ലാഹുവോട് ഗർഭസ്ഥ ശിശുക്കൾക്ക് പരിപൂർണ വളർച്ച കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. നാഫിയായ ഇൽമു നൽകണേ അല്ലാ. പരലോകത്ത് വിജയിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു ഞങ്ങളെല്ലാ അസുഖങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ, നിനക്ക് ഇഷ്ടപ്പെട്ടവരാക്കണേ അല്ലാ. അല്ലാഹു ഈ മാസത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവലുകൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. 258 പേരുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ലൈക്ക് കൊണ്ട് നിങ്ങൾ ഈ മജ്‌ലിസിനെ സപ്പോർട്ട് ചെയ്യണം.